ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുഃ ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. ഇവിടെ പ്രശ്നോപനിഷത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങുന്നതിന് അഭിപ്രായം ആവർത്തിച്ചുകൊണ്ടാണ്. വൈകുന്നേരം ഇതര ഉപനിഷത്ത് വേണ്ടിയില്ലായിരുന്നു എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് പറയണത്. വൈകുന്നേരം പൊതുവിഷയം, കാരണം നമ്മൾ ബന്ധപ്പെടുന്ന നൂറുകണക്കിന് പേരാണ് പൊതുവിഷയം വെച്ചാൽ ഒത്തുകൂടുക. ഒന്നാമത്തെ ദിവസം 10 പേര് 15 പേരേ ഉണ്ടാവുള്ളൂ. പക്ഷേ രണ്ടാമത്തെ ദിവസമാകുമ്പോഴത്തെ 200, 300, 400 പേര് 6 ദിവസമാകുമ്പോഴത്തേക്ക് ആയിരക്കണക്കിന് ആൾക്കാരാവും പൊതുവിഷയമാണെങ്കിൽ. മറ്റത് നേരെ തിരിച്ചുണ്ടാവുക. കാരണം ഓരോന്നും നീതി പുലർത്താതെ വയ്യല്ലോ. അതുകൊണ്ട് ശരി, നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം നിസ്സംശയം പറയാം വേദമാണ്. വേദം ഏതെങ്കിലും ഗ്രന്ഥമല്ല വേദത്താൽ ഉദ്ദേശിക്കപ്പെടുന്നത്, മറിച്ച് വേദം അറിവാണ്. വിദ് ജ്ഞാനേ എന്നുള്ള ധാതുവിൽ നിന്നാണ് വേദശബ്ദം ഉണ്ടാവുന്നത്. അറിവ്. ഇപ്പം ധർമ്മത്തിൻ്റെ മൂലം വേദമാണെന്ന് പറയുമ്പോൾ അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു സൂക്ഷ്മാർത്ഥമുണ്ട് സൂചിപ്പിക്കാൻ. ധർമ്മം ആചാരപ്രധാനമാണ്. ആചാര പരമോ ധർമ്മ, അല്ലെങ്കിൽ ആചാരപ്രഭവോ ധർമ്മ, ഇങ്ങനെയുള്ള വ്യാസവാക്യങ്ങൾ ഓർമ്മിക്കുക. അത് ലളിതമായിട്ട് മനസ്സിലാക്കാൻ നോക്കൂ. ഒരാൾ വേദാന്ത വേദാംഗോപവേദ ഇതിഹാസ പുരാണാദി സകല ശാസ്ത്രങ്ങളുടെയും ഒരു ഭണ്ഡാകാരമാണെന്ന് വിചാരിച്ചോളൂ. ഒരു സഞ്ചരിക്കുന്ന സർവവിജ്ഞാന കോശം എന്നൊരാളെ പറയാം എന്ന് വിചാരിച്ചോളൂ. എങ്കിൽ തന്നെയും അയാളുടെ ജീവിതത്തിൽ ധാർമ്മിക ആചരണം നമ്മൾ കാണുന്നില്ലെങ്കിൽ അയാളെ ഒരിക്കലും നമ്മൾ ധാർമ്മികനെന്ന് വിളിക്കില്ല. എത്ര അറിവുണ്ടായിട്ടും പ്രയോജനമില്ല. നേരെ മറിച്ച് ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ച് യാതൊരു ബോധവുമില്ല, ഒരുപക്ഷെ അക്ഷരം വായിക്കാനറിയില്ല, താത്വികമായി കേട്ടാൽ മനസ്സിലാവില്ല, എങ്കിൽ പോലും സ്വജീവിതത്തിൽ ധർമ്മം പുലർത്തുന്നുണ്ടെങ്കിൽ, സ്വജീവിതത്തിൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അയാളെ നമ്മൾ ധാർമ്മികൻ എന്ന് വിളിക്കും. ഇത് ലോകത്തിൽ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. പറഞ്ഞതിൻ്റെ താത്പര്യം ധർമ്മം ആചാരപ്രധാനമാണ്. അതുകൊണ്ടാണ് ധർമ്മത്തിൻ്റെ അടിസ്ഥാനം ഉപദേശിക്കുന്ന വേദം തന്നെ സത്യം വദ എന്ന് ഉപദേശിച്ച ശേഷം ധർമ്മം വദ എന്ന് പറഞ്ഞില്ല. പിന്നെയോ ധർമ്മം ചര എന്നാ പറഞ്ഞ്. ധർമ്മത്തെക്കുറിച്ച് പറയൂ എന്നല്ല, ധർമ്മത്തിനനുസരിച്ച് പറയൂ എന്നല്ല, പിന്നെ ധർമ്മം ആചരിക്കൂ എന്നാണ്. അപ്പം ആചാരപ്രധാനമാണ് ധർമ്മം. അതാണ് വരുന്നത്. എന്താ ധർമ്മം എന്നുള്ള വിഷയമൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ നിങ്ങളൊരു കഷ്ണം കടലാസ് കുറിച്ച് വെച്ചോളൂ, നമുക്ക് ചർച്ച ചെയ്യാം. വിഷയം അങ്ങോട്ട് എടുത്തിട്ട് വരുന്നുണ്ടേ. ഇപ്പം അതിൻ്റെ ആഴത്തിലേക്ക് ഇപ്പം പോകുന്നില്ല, സന്ദർഭം വരുമ്പം പറയാം. അപ്പം ധർമ്മം ആചാരപ്രധാനമാണ്.
അതാണ് ധർമ്മം ചര. അപ്പോൾ ധർമ്മത്തിൻ്റെ മൂലം വേദമാണെന്ന് പറയുമ്പോഴുള്ള സൂക്ഷ്മാർത്ഥം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആചരണങ്ങളുടെ മൂലം, അടിസ്ഥാനം അറിവാണ്. അതുകൊണ്ട് പറയാം, നമ്മൾ ചെയ്യേണ്ടുന്ന ആചരണങ്ങളുടെ മുഴുവൻ അടിസ്ഥാനം അറിവാണ്. എന്താ അതിൻ്റെ ലളിതമായ താല്പര്യം? എന്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ, അത് ലൗകികമായിക്കൊള്ളട്ടെ വൈദികമായിക്കൊള്ളട്ടെ, അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലോ സമാജ ജീവിതത്തിലോ ആയിക്കൊള്ളട്ടെ, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് നല്ലതെന്നോ ചീത്തയെന്നോ മറ്റുള്ളവർ പറയട്ടെ, അതിനെപ്പറ്റി നമ്മൾ വ്യാകുലരല്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ അതൊക്കെയും അറിഞ്ഞിട്ടായിരിക്കണം. അറിവായിരിക്കണം ആചരണത്തിൻ്റെ മൂലം. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്തിനു ചെയ്യണം, എപ്പോൾ ചെയ്യണം, എവിടുന്ന് ചെയ്യണം, ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ. ഇവ മനസ്സിലാക്കി ഓരോ ആചരണത്തെയും നമ്മൾ ക്രമീകരിക്കണം. അപ്പോഴേ നമ്മൾ മനുഷ്യരാവും. അല്ലെങ്കിൽ നമ്മളൊരു പറ്റമായി പോകും. ഒരു പറ്റം ജീവികൾ പോരാ. അതുകൊണ്ട് എപ്പോഴും ഓർമ്മിക്കുക, ധർമ്മമൂലം വേദമാണെന്ന് പറയുമ്പോൾ അതിൻ്റെ താത്പര്യം സകല ആചരണങ്ങളുടെയും മൂലം അറിവാണെന്നാണ്. ആ അറിവാണ് വാസ്തവത്തിൽ വേദം. അല്പം കൂടി വ്യക്തമാക്കണമെന്ന് തോന്നുന്നു. നോക്കൂ, നമ്മൾ ധർമ്മശബ്ദത്തെ ചിന്തിക്കുമ്പോൾ പലപ്പോഴും വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഷയമാണ്, ഒരു ശബ്ദമാണ്, ഒരു സംജ്ഞയാണ് ധർമ്മം എന്നുള്ളത്. ധർമ്മത്തെ ചിലപ്പോൾ എന്തോ കൊടുക്കേണ്ടതായിട്ടോ ദാനമായിട്ടോ ഒക്കെ മനസ്സിലാക്കുന്നവരുണ്ട്. ധർമ്മം കൊടുക്കണം, ധർമ്മക്കാരൻ വന്നിട്ടുണ്ട് എന്നൊക്കെ. ധർമ്മത്തെ ചിലപ്പോൾ റിലിജിയൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന മതം എന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. മധ്യഭാരതത്തിലും ഉത്തര പശ്ചിമ പൂർവ ഭാരതത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ധർമ്മശബ്ദം ഉപയോഗിക്കുന്നത് ഈ റിലിജിയൻ എന്നുള്ള അർത്ഥത്തിലാണ്. ശരിയല്ല. റിലിജിയനും ധർമ്മവുമായി ഒരു ബന്ധവുമില്ല. ഭിന്നങ്ങളാണ്. എന്താ അവയുടെ ഭിന്നത? നമുക്ക് സമയമുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. ആർക്കെങ്കിലും ജിജ്ഞാസ ഉണ്ടെങ്കിലും ചർച്ച ചെയ്യാം. തീർത്തും ഭിന്നമാണ്. ധർമ്മം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചേർത്ത് കോർത്ത് നിർത്തുന്നതാണ്. അനേന ധാര്യത്തെ സർവം ഇതി ധർമ്മ. എന്തിനാലാണോ എല്ലാം ധരിക്കപ്പെടുന്നത് അതാണ് ധർമ്മം. ധാര്യത്തെ അനേന സർവം ഇതി ധർമ്മം. എല്ലാം എന്തിനാൽ ധരിക്കപ്പെടുന്നുവോ അത് ധർമ്മം. നോക്കൂ, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും സൂക്ഷ്മമായൊരു തലത്തിലേക്ക് പോവുക. ഏതുവരെ പോവാം? ഒരു ആറ്റം വരെ, ഒരു അണുകണം വരെ, അഥവാ ഇന്ന് ലഭ്യമായിട്ടുള്ള അറിവിന് അടിസ്ഥാനമായി പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് താഴേക്ക് പോകാം, സബറ്റോമിക് പാർട്ടിക്കിളിലേക്ക് പോകാം. ഇനി ആ സബറ്റോമിക് പാർട്ടിക്കിളിൻ്റെയും ഉള്ളിലേക്ക് നമുക്ക് പോകാനുള്ള അറിവ് ഇന്നുണ്ട്. അവിടെ മുതൽ ആരംഭിക്കാം. ഈ ലോകത്തിൻ്റെ വൈപുല്യം, വിപുലത, വിസ്തൃതി എത്രയാണെന്ന് ആർക്കും അറിയില്ല. അതിസൂക്ഷ്മമായിട്ട് നമുക്കൊരു ആറ്റത്തിൽ ആരംഭിച്ചു, അല്ലെങ്കിൽ ഒരു സബറ്റോമിക് പാർട്ടിക്കിളിൽ ആരംഭിച്ചു. ശരി, എവിടം വരെ
നമുക്കറിയില്ല. അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ചേർന്നതാണ് ഈ പ്രപഞ്ചം. ഈ കൂട്ടത്തിൽ ശിവസഹസ്രനാമം നമ്മൾ മാരാരിയുടെ സന്നിധിയിലാണ് ഇരിക്കുന്നത്. മാരാരിയായ മഹാദേവൻ. ആ മഹാദേവൻ്റെ സഹസ്രനാമങ്ങൾ നിത്യവും ജപിക്കുന്നവർ, പാരായണം ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുണ്ടാകും. ഉണ്ടെങ്കിൽ കാണും അനന്തകോടി ബ്രഹ്മാണ്ട നായകനെ. ഈ കൂട്ടത്തിൽ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നവരുണ്ടാകും. ഉണ്ടെങ്കിൽ കാണും അനേക കോടി ബ്രഹ്മാണ്ട ജനനിയെ. അനേക കോടി ബ്രഹ്മാണ്ട ജനനി, അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുടെ അമ്മ, അഥവാ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളെ നയിക്കുന്നവൻ. എത്ര ബ്രഹ്മാണ്ടം? അനേക കോടി, അനന്ത കോടി. ഒരു ബ്രഹ്മാണ്ടം എന്ന് തന്നെ പറയുമ്പോൾ അതിലെത്ര താരാപഥങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല. ഒരു താരാപഥത്തിൽ തന്നെ എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല. ഒരു നക്ഷത്രത്തിൽ തന്നെ എത്രായിരം ഗ്രഹങ്ങൾ, മറ്റ് ഘടകങ്ങൾ നമുക്കറിയില്ല. ഈ ഭൂമിയുടെ 1000 ഇരട്ടി വലുപ്പമുള്ള എത്രമാത്രം ഗ്രഹങ്ങളും മറ്റും നമുക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, ഇതൊക്കെ ചേർന്നതാണ് പ്രപഞ്ചം. അപ്പോൾ അണുകണം മുതൽ, അഥവാ ആണവിക കണം മുതൽ അനന്ത കോടി ബ്രഹ്മാണ്ടം വരെ എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് നിർത്തുന്ന ഒരു വ്യവസ്ഥയുണ്ട്. അത് നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവും. ഒരു വ്യവസ്ഥ. ആ വ്യവസ്ഥയെ കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായി കണ്ടെത്തുകയാണ് ശാസ്ത്രം ചെയ്യുന്നത്, സയൻസ് ചെയ്യുന്നത്. ശാസ്ത്രം, നമ്മൾ സയൻസ് എന്ന് പറയുമ്പോൾ ഈ വ്യവസ്ഥയെ കൂടുതലായിട്ട് അനാവരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും പുതിയ ഗവേഷണങ്ങളിലൂടെ ശാസ്ത്രജ്ഞന്മാർ ഈ പ്രപഞ്ച വ്യവസ്ഥയുടെ വ്യത്യസ്ത മാനങ്ങളെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത്ഭുതകരമാണ്, മഹാത്ഭുതകരം. എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് നിർത്തുന്നൊരു താളം. നമുക്കതിനെ പ്രപഞ്ച താളം എന്ന് പറയാം, പ്രപഞ്ച വ്യവസ്ഥ എന്ന് പറയാം. എന്ത് പേര് പറഞ്ഞാലും വിരോധമില്ല. അതാണ് ധർമ്മം. ധർമ്മശബ്ദത്തിൻ്റെ അർത്ഥം അതാണ്. ശ്രദ്ധിക്കുക. ഈ ധർമ്മവ്യവസ്ഥയെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതം നയിക്കലാണ് ധാർമ്മിക ജീവിതം. അല്ലാണ്ട് ധാർമ്മിക ജീവിതം കുളിക്കണതോ കുറിയിടണതോ അമ്പലത്തിൽ പോകണതോ ഒന്നുമല്ല. കുളിക്കണം, കുറിയിടണം, അമ്പലത്തിൽ പോകണം, അത് വേറെ വിഷയം. അത് വേറെ. അത് ജീവിത ക്രമീകരണത്തിൻ്റെ ഭാഗമാണ്, അത് അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്, അത് ഉപാസനയുടെ ഭാഗമാണ്, അത് സാധനകളുടെ ഭാഗമാണ്. എന്നാൽ ധാർമ്മിക ജീവിതം എന്ന് പറയുമ്പോൾ അതൊന്നുമല്ല. ധാർമ്മിക ജീവിതം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചേർത്ത് കോർത്ത് ഒന്നായി ധരിക്കുന്ന മൂല്യങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നയിക്കുകയാണ്. ഇത് നയിക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ നയിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ വ്യവസ്ഥയെക്കുറിച്ചുള്ള അറിവുണ്ടാവണം. ആ അറിവാണ് വേദം. പ്രപഞ്ച വ്യവസ്ഥയെക്കുറിച്ചുള്ള അറിവ്, ഈ പ്രപഞ്ചത്തിൽ എൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ചുള്ള അറിവ്, ഈ പ്രപഞ്ചത്തിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള അറിവ്, ഈ പ്രപഞ്ചത്തിൻ്റെ വ്യവസ്ഥാപകനെക്കുറിച്ചുള്ള അറിവ്, സർവോപരി ഇപ്രകാരമൊക്കെ ചിന്തിക്കുന്ന തന്നെക്കുറിച്ചുള്ള അറിവ്, തൻ്റെ ലക്ഷ്യത്തെയും മാർഗത്തെയും കുറിച്ചുള്ള അറിവ്. ചുരുക്കി പറഞ്ഞാൽ
ഈ സമ്പൂർണമായ അറിവിൻ്റെയും ആക്കരമാണ് വേദം. ശ്രദ്ധിക്കുക. വേദത്തിൻ്റെ താത്പര്യ നിർണയമാണ് ഉപനിഷത്ത്. വേദത്തിൻ്റെ താത്പര്യ നിർണയമാണ് ഉപനിഷത്ത്. ഇത് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല, അവിടെ അല്പം കൂടി സ്പഷ്ടമാക്കാം. നോക്കൂ, ഈ അറിവിനെ, വേദത്തെ കണ്ടെത്തിയവരെയാണ് നമ്മൾ ഋഷിമാരെന്ന് പറയുക. സത്യത്തെ ദർശിച്ചവർ, അതിനെ കേവലമായ ലോകകൃപ ഒന്നുകൊണ്ട് മാത്രം ലോകത്തോട് ഉപദേശിച്ചവർ, അവരാണ് ഋഷിമാർ. ആ ഋഷിമാരുടെ ഉപദേശം വേദഗ്രന്ഥങ്ങളാണ്. ആദ്യം പറഞ്ഞത് വേദഗ്രന്ഥമല്ല, അറിവാണ്. ആ അറിവിനെ ഉപദേശിച്ചപ്പോൾ അനേക വേദങ്ങൾ വന്നു. അപ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, വ്യത്യസ്ത ഗുരുനാഥന്മാർ വ്യത്യസ്ത ശിഷ്യരോട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉപദേശിക്കുന്നവയാണ്. നോക്കൂ, നമുക്കൊരു അറിയാൻ ഇച്ഛിക്കുന്ന വ്യക്തിയോട് ആത്യന്തികമായ സത്യം വിളിച്ചു പറയാൻ കഴിയില്ല. അയാൾ അറിയാൻ ഇച്ഛിക്കുന്നവനാണെങ്കിലും അറിയാനുള്ള അയാളുടെ ക്ഷമതയ്ക്കനുസരിച്ചേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. നമ്മൾ LP സ്കൂളിൽ പോയിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലാസ്സിലുള്ള വിഷയങ്ങൾ പഠിപ്പിക്കാറില്ല. എന്നാൽ അതേ കുട്ടിയോട് പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലാസ്സിലുള്ള വിഷയങ്ങൾ പഠിപ്പിക്കാം. എപ്പോൾ അയാൾ ക്രമികമായി വലുതായി അത് ഉൾക്കൊള്ളാനുള്ള തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ആത്യന്തികമായ വേദരഹസ്യങ്ങളെ ആരംഭത്തിൽ തന്നെ ഉപദേശിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് വേദത്തിൻ്റെ ആദ്യം വിവിധങ്ങളായ കർമ്മങ്ങളെയും വിവിധങ്ങളായ ഉപാസനകളെയും ഒക്കെയാണ് ഉപദേശിക്കുന്നത്. വിവിധങ്ങളായ കർമ്മങ്ങൾ, വിവിധങ്ങളായ ഉപാസനകൾ. അങ്ങനെ മനുഷ്യ സംസ്കരണത്തിനുതകുന്ന, മനുഷ്യ മനസ്സിൻ്റെ സംസ്കരണത്തിനുതകുന്ന, കൂടുതൽ ഏകാഗ്രതയും ശുദ്ധിയും മനുഷ്യ മനസ്സിന് കൈവരിപ്പിക്കുന്ന ആശയങ്ങളെ, അനുഷ്ഠാനങ്ങളെ ആദ്യം ഉപദേശിക്കും. അതുമായി ബന്ധപ്പെട്ട ഈ പ്രപഞ്ച രഹസ്യങ്ങളെ, അധിഷ്ഠാന ദേവതകളെ ഉപദേശിക്കും. പ്രപഞ്ച രഹസ്യങ്ങളെ, അധിഷ്ഠാന ദേവതകളെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാനുഷിക സംസ്കൃതിയുടെ ആരംഭം തന്നെ അഗ്നിയെ വശീകരിക്കുന്നതോടുകൂടിയാണ്. അല്ലേന്ന് ആലോചിച്ച് നോക്കൂ, അല്ലേ? മാനുഷിക സംസ്കൃതിയുടെ ആരംഭം തന്നെ അഗ്നിയിലാണ്. പച്ചമാംസം അതുപോലെ കഴിച്ചും, അല്ലെങ്കിൽ കിഴങ്ങുകൾ അതുപോലെ കഴിച്ചും എന്ന അവസ്ഥയിൽ നിന്ന് മാറി അഗ്നിയെ വശീകരിച്ച് അഗ്നിയുടെ അനുഗ്രഹം തേടിക്കൊണ്ട് മുന്നോട്ട് വന്നപ്പോഴാണ് മാനുഷിക സംസ്കൃതി തന്നെ രൂപപ്പെടുന്നത്. വേദം ആരംഭിക്കുന്നതും അഗ്നിയിലാണ്. നമ്മുടെ സർവാനുഗ്രഹം തരുന്ന ദേവതയാണ് വായു. നമുക്ക് സർവാനുഗ്രഹം തരുന്ന ദേവതയാണ് വരുണൻ. നമുക്ക് സർവാനുഗ്രഹം തരുന്ന ദേവതയാണ് സൂര്യൻ. അങ്ങനെ 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 വിവിധങ്ങളായ ദേവതകളെക്കുറിച്ചുള്ള സ്തുതികൾ, പരാമർശങ്ങൾ എല്ലാം വേദത്തിൻ്റെ ആദ്യ ഭാഗത്ത് വരുന്നു. അവയിലൂടെ മനുഷ്യനെ സംസ്കരിച്ച് പതുക്കെ ആത്യന്തിക തത്വത്തെ ഗ്രഹിക്കാനുള്ള ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അവിടെയാണ് ശരിയായ സത്യജിജ്ഞാസുവായ സാധകന് വേദത്തിൻ്റെ പരമതാത്പര്യത്തെ ഉപദേശിക്കുന്നത്. ആ പരമതാത്പര്യമാണ് ഉപനിഷത്ത്. മനസ്സിലാക്കുക. എന്താണ് ഉപനിഷത്ത് എന്ന് വെച്ചാൽ സംശയിക്കേണ്ട, വേദത്തിൻ്റെ പരമതാത്പര്യമാണ് ഉപനിഷത്ത്. അതുകൊണ്ട്
ഉപനിഷത്തിന് പ്രസിദ്ധമായ പേര് വേദാന്തം എന്നാണ്. വേദത്തിൻ്റെ അന്തം, അവസാനം, നിർണയം, താൽപ്പര്യ നിർണയം എന്നാണ്. അറിവിൻ്റെ അറ്റം എന്നർത്ഥം. അറിവിൻ്റെ അറ്റം. ഇവിടെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്ക് സാധ്യത ഉണ്ട് കേട്ടോ. ചിന്തിക്കുന്നുണ്ടെങ്കിൽ വെറുതെ കേട്ടിരിക്കാൻ ഒരു പ്രശ്നമില്ല. കേട്ടിരിക്കണമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. എന്ത് വിഡ്ഢിത്തായി സ്വാമി പറയണത്, അറിവിന് അറ്റം ഉണ്ടാവുമോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാം. എന്ത് ചോദ്യം ഉണ്ടെങ്കിലും കുറിച്ച് വെക്കണം. അപ്പോഴേ നമുക്ക് വിശദമായി ശാസ്ത്ര ചർച്ചയിലേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇതിങ്ങനെ ഏകപക്ഷീയമായി പോവും, എഴുന്നേറ്റ് പോവും. നിങ്ങൾ ഇവിടുത്തെ നിർബന്ധത്തിന് വരികയും ചെയ്യും. അവസാനം 6 ദിവസം കഴിഞ്ഞ് എന്താ ഉണ്ടായി, എന്തൊക്കെയോ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഒരു 20 മിനിറ്റൊക്കെ ഓർമ്മയിലുണ്ടാവും. പിന്നെ ഉള്ളത് ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ പല വിഷയങ്ങളിലേക്ക് വേറെ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതെടുത്ത് ഞെക്കാൻ തുടങ്ങും, പലതും തുടങ്ങും. കാരണം ഒരു അറ്റൻഷൻ സ്പാൻ എന്നുള്ളത് ഇപ്പോൾ 20 മിനിറ്റൊക്കെ ഉള്ളൂ, അതിൽ കൂടുതലില്ല. സത്യമാണ്, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ദീർഘമായ പ്രഭാഷണം വേണ്ടാന്നും പറയുന്നത്. പൊതുവേദിയിൽ ഉപനിഷത്ത് വേണ്ട പറഞ്ഞത് എന്തുകൊണ്ടാണ്? എൻ്റെ സംഘാടകരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. വൈകുന്നേരം എന്തിനാ ഉപനിഷത്ത് വെച്ചതെന്ന് ചോദിക്കുകയായിരുന്നു നമ്മൾ കേട്ടോ. വൈകുന്നേരം പൊതുവിഷയങ്ങളായിരുന്നെങ്കിൽ അത് വലിയ സമൂഹത്തിനെ ആകർഷിക്കും. വലിയ സമൂഹത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയണത്, വെറുതെ പറയല്ല. ഉപനിഷത്തൊക്കെ രാവിലെ കുറച്ച് നേരം കുറച്ച് ഗഹനമായി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വെക്കുക. ഈ ഭാഷയായിരിക്കില്ല പൊതുവിഷയമാവുമ്പോൾ. അപ്പോൾ ജനങ്ങൾ ധാരാളം വരും. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക്, സമൂഹത്തിലേക്ക് നമുക്കെല്ലാം അത് വളരെ പ്രയോജനകരമാണ്. കാരണം നമ്മളെന്തായാലും ഇതിങ്ങനെ പ്രസരിപ്പിക്കുകയാണല്ലോ. അപ്പോൾ കൂടുതൽ പേരിലേക്ക് എത്തുകയാണല്ലോ നമുക്ക് ആവശ്യം. പ്രത്യേകിച്ച് വിമർശിക്കുന്നവർ, നിന്ദിക്കുന്നവർ, അവരൊക്കെയാണ് വരേണ്ടത്, ഭക്തന്മാരല്ല. ഭക്തന്മാരോട് താത്വികമായി പറയേണ്ട ഒരാവശ്യമില്ല. ഭക്തൻ എന്തായാലും കണക്ക് തന്നെയാണ്. ഭക്തന് താത്വിക വിചാരമൊന്നും ആവശ്യമില്ല. ശരി, ഇരിക്കട്ടെ, വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പം ഈ താല്പര്യനിർണയമായ ഉപനിഷത്തിനെ പല ഗുരുനാഥന്മാർ പലപ്പോൾ പലരോട് സംസാരിച്ചു. അതാണ് ഉപനിഷത്തുക്കൾ. ഈ ഉപനിഷത്തുക്കളിൽ പ്രധാനമായിട്ട് മാനിക്കപ്പെടുന്നവ 108 എണ്ണമാണ്. സർവോപനിഷദാം മധ്യേ സാരമഷ്ടോത്തരം ശതം. ഒന്നുകൂടി പറയാം. സർവോപനിഷദാം മധ്യേ സാരമഷ്ടോത്തരം ശതം. സർവ ഉപനിഷത്തുക്കളുടെയും കൂട്ടത്തിൽ സാരഭൂതമായത് 108 എണ്ണമാണ്. ആ 108 എണ്ണത്തിൽ വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ളത് 10 എണ്ണത്തിനാണ്. ഈ 10 എണ്ണത്തിന് അത്യന്തം പ്രാധാന്യമുള്ളത് കൊണ്ടായിരിക്കാം ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ഈ സനാതനധർമ്മ സംസ്ഥാപനം ചെയ്യുന്നതിന് വേണ്ടി, അഥവാ സമുദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും ആദ്യം വ്യാഖ്യാനിക്കാൻ എടുത്തത് ഈ 10 ഉപനിഷത്തുക്കളെയാണ്. ഋഗ്വേദത്തിൽ നിന്ന് 1 ഐതരേയോപനിഷത്ത്, കൃഷ്ണ യജുർവേദത്തിൽ നിന്ന് കഠോപനിഷത്ത്, തൈത്തിരീയോപനിഷത്ത്, ശുക്ല യജുർവേദത്തിൽ നിന്ന് ഈശാവാസ്യോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത്, സാമവേദത്തിൽ നിന്ന് ഛാന്തോഗ്യോപനിഷത്ത്, കേനോപനിഷത്ത്, അഥർവവേദത്തിൽ നിന്ന് പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്. ഇതാണ് 10 ഉപനിഷത്തുക്കൾ. ഈ 10 ഉപനിഷത്തുക്കളുടെ ഭാഷ്യം രചിച്ചു ആദ്യം. വേറെയും ഭാഷ്യങ്ങൾ അനേകം രചിച്ചു, എങ്കിൽ ആദ്യം ഇതാണ് പറയേണ്ടത്. അപ്പോൾ പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുക്കളിൽ ഒന്നാണ് ഇവിടെ ശ്രദ്ധിക്കാം എന്ന് നിശ്ചയിച്ചിട്ടുള്ള പ്രശ്നോപനിഷത്ത്. ഈ പേര് വലിയൊരു സന്ദേശം നൽകുന്നതാണ്. ഈ പേര് ഉപനിഷത്ത് ആർക്കുള്ളതാണ്? മറുപടി, ഉപനിഷത്ത് പ്രശ്നമുള്ളവർക്കുള്ളതാണ്. മന്ദന്മാർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, എന്നത് എന്ത് സ്വാമി, സൂര്യൻ ഉദിക്കുക അസ്തമിക്കും, നിങ്ങൾക്ക് എന്ത് വേണം? ഒരു കുഞ്ഞ് ചിരിക്കുന്നു, കരയുന്നു, അതെ അത് ചിരിക്കും, സന്തോഷമായി ചിരിക്കും, സങ്കടമായ കരയും, അത്രയല്ലേ ഉള്ളൂ. മഴ പെയ്യുന്നു, കാറ്റ് വീശുന്നു, സമയമാകുമ്പോൾ മഴ പെയ്യും.
കാറ്റ് വീശേണ്ടപ്പോൾ വീശും എന്ന് പറഞ്ഞാൽ താല്പര്യം, ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളെ കണ്ട് സംതൃപ്തനായ ഒരാൾക്ക് ഉപനിഷത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ മനുഷ്യൻ മർത്യനല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനു അവബോധനെ എന്നാണ് ധാതു. വിശേഷ ബുദ്ധിയോടുകൂടിയവൻ, അറിയാൻ സാമർഥ്യത്തോടുകൂടിയവൻ ഇവയെക്കുറിച്ചെല്ലാം ചോദിക്കും. ഒരു പൂവ് മൊട്ട് പൂവായി വിടരുന്നത് കണ്ടാൽ ആനന്ദിക്കും, ആസ്വദിക്കും, എന്തൊരു ഭംഗിയാ. പക്ഷെ അതേ സമയത്ത് അവൻ്റെ ഉള്ളിൽ ചിന്ത ഉണ്ടാവും, എങ്ങനെയാണ് ഇതൊരു പൂവായി വിടരുന്നത്, എങ്ങനെ ഈ മൊട്ടുണ്ടായി, എവിടുന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി, അതിൻ്റെ പ്രക്രിയ എന്താ. തീർച്ചയായിട്ടും അവന് സൂര്യോദയത്തെ ആസ്വദിക്കാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്. ഒരു പക്ഷേ മറ്റാരേക്കാളും ആസ്വദിക്കാൻ പറ്റും. പക്ഷെ അവൻ ചിന്തിക്കും, എന്താണ് ഈ സൂര്യോദയം എന്ന പ്രതിഭാസം, ഇതെങ്ങനെ സംഭവിക്കുന്നു, ഇത് പാരമാർത്ഥികമാണോ, എന്തിനെ സംബന്ധിച്ചും. വെള്ളം ഒഴുകുമ്പോൾ അതിൻ്റെ താളം, ആ ജലപ്രവാഹത്തിലടങ്ങിയ രാഗം അവൻ ആസ്വദിക്കും. ഇവിടെ അവൻ അവൾ എന്നുള്ള വ്യത്യാസം കൽപ്പിക്കരുതേ, പ്രത്യേകം ശ്രദ്ധിക്കുക. പെൺഭാഷ ആൺഭാഷയൊന്നും നമുക്കില്ല, എന്താ വായിൽ വരുന്ന വെച്ചാൽ പറയാത്രേ ഉള്ളൂ. അപ്പം വെള്ളം ഒഴുകുമ്പോൾ അതിലെ രാഗവും താളവും ആസ്വദിച്ച് പ്രകൃതിയുടെ സംഗീതം അവൻ ഉൾക്കൊള്ളും, അവൻ ആനന്ദിക്കും. പക്ഷേ അവൻ അതോടെ നിന്നില്ല, അവൻ ചോദിക്കും, എങ്ങനെ ഈ വെള്ളം ഒഴുകുന്നത്, എങ്ങനെ ഈ വെള്ളം ഉണ്ടായി, എന്താണ് ഈ വെള്ളം, ഇതിനെ ആരാ നിയന്ത്രിക്കുന്നത്. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലെ ഏതൊരു പ്രതിഭാസത്തെ, അത് വ്യഷ്ടിയിലാവട്ടെ സമഷ്ടിയിലാവട്ടെ, നമ്മളിലേക്കൊന്ന് നോക്കൂ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വേഗം കൈ പിടിക്കണത് ഇങ്ങനെ നെഞ്ചിൽ ചേർത്തിട്ടാണ്. നമ്മളിലേക്കൊന്ന് നോക്കൂ എന്നാരും പറയാറില്ല, ഉണ്ടോ, അറിയില്ല, ഉണ്ടോ, അങ്ങനെ ആരും പറയാറുണ്ടോ. നമ്മളിലേക്ക് എന്ന് പറയുമ്പോൾ കൈ അറിയാതെ നെഞ്ചിലേക്കാണ് പോകുന്നത്. അല്ല, വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ, വയറ്റിലേക്കാണ് പിടിച്ച് ഞാൻ പറയാറുണ്ടോ, ഇത് ഞാൻ തന്നെയാ, എന്നാലും അറിയാതെ പോവാൻ കേട്ടാ, ഇല്ലേ, ശരിയല്ലേ, അല്ലാന്ന് അഭിപ്രായം ഉണ്ടോ. ഇവിടെ തൊട്ടപ്പോഴോ ഇതിങ്ങനെ പിടിച്ചോണ്ടിരിക്കുക എന്ന് തുടങ്ങി. ഒരു വിശ്രമം വേണ്ടേ. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഭ്രൂണമായി ഉരുത്തിരിഞ്ഞ് ഏറെ വൈകാതെ തുടങ്ങിയതായി ഹൃദയസ്പന്ദനം. അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങനെ എത്ര ലക്ഷം പ്രാവശ്യം പിടിച്ചു പാവം. ആ പവർ ഒന്നിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വലിയ എനർജിയാവും അത്. ഒന്ന് കൂട്ടി വെക്കും. നമുക്കൊക്കെ ഒരു 8 മണിക്കൂർ പോട്ടെ, ഒരു 10 മണിക്കൂറെങ്കിലും പണിയെടുത്താൽ ഒരല്പം വിശ്രമിക്കണ്ടേ? വേണ്ടേ? അങ്ങനെ വിശ്രമിച്ച് ഒരു 5 ദിവസം പണിയെടുത്താൽ ഒരു 2 ദിവസം വിശ്രമിക്കണ്ടേ? പോട്ടെ, വേണ്ടാന്ന് വെച്ചോളൂ. എന്നാൽ ഒരു 6 ദിവസം പണിയെടുത്താൽ ഒരു 7ാമത് ഒരു ദിവസം അവധി എടുക്കണ്ടേ? വേണം. ഇല്ലെങ്കിൽ നമ്മളാകെ താളം തെറ്റിപ്പോവും. പക്ഷെ ഈ ചങ്ങാതി അന്ന് മുതൽ തുടങ്ങിയ പണിയാ ഹൃദയം ഇതുവരെ നിന്നിട്ടില്ല, പണിയെടുത്തുകൊണ്ടിരിക്കുക. ശ്വാസകോശങ്ങൾ നോക്കൂ, ഓരോന്ന് നോക്കൂ, കോടാനുകോടി മസ്തിഷ്കത്തിലെ കോശങ്ങൾ. ഇവരാരും ഒരു വിശ്രമവും ഇല്ലാതെ പണിയെടുക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു. എങ്കിൽ ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്? ഏതൊരാജ്ഞയ്ക്ക് വിധേയമായിട്ടാണ് ഇവ പ്രവർത്തിക്കുന്നത്? ആരാണ് ഇതിൻ്റെയൊക്കെ നിയാമകൻ? അപ്പം ആദ്യം പറഞ്ഞത് സൂര്യോദയം, ജലപ്രവാഹം തുടങ്ങി പ്രകൃതിയിൽ താൻ കണ്ടതിനേക്കാൾ കുറിച്ചാണ്. രണ്ടാമത് പറയുന്നത് ഈ ശരീരത്തിനുള്ളിലേക്ക് തന്നെ പോയി നോക്കിയിട്ടാണ്. ഇങ്ങനെ അകത്തും പുറത്തുമുള്ള സകല പ്രതിഭാസങ്ങളും നമുക്ക് പ്രശ്നങ്ങളെ ഉയർത്തുന്നു. ആർക്ക്? ചിന്തിക്കുന്നവർക്ക്. അല്ലാത്തവർക്ക് എന്ത്? ഹൃദയം പിടിക്കുക, അതിൻ്റെ പണിയാ, നിന്നാൽ മരിക്കും സ്വാമി, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അവരെല്ലാം എളുപ്പമാണ്, സിമ്പിൾ. ഈ ലോകജീവിതം മുഴുവൻ വളരെ സിമ്പിളാണ്. എന്ത് സുഖാവുന്ന, ഒരു തത്വചിന്തയുടെ ആവശ്യമില്ല, നല്ല സുഖ. പക്ഷേ ഈ തത്വചിന്ത ഉള്ളവർക്ക് വലിയ സുഖമില്ല, അവർക്കത് കണ്ടെത്തണം.
എന്തോ ഒരു വിഷമം സ്വാമി. എന്താ വിഷമം? ഞാൻ അവിടെ വിഷമിച്ച് കിടക്കുക. ശരി, സന്തോഷം. അവനൊരു പ്രശ്നമില്ല, അവനങ്ങ് ചത്തുപോകും. മറ്റവനതല്ല, എൻ്റെ വിഷമം ദാഹമാണ്, ഇത് മാറണമെങ്കിൽ വെള്ളം കണ്ടെത്തണം. അതുകൊണ്ട് അവൻ അന്വേഷിക്കും, എവിടെയാണ് വെള്ളം ഉള്ളതെന്ന് അന്വേഷിക്കും. ഇതാണ് രണ്ടുപേരുടെ വ്യത്യാസം. തൻ്റെ സാഹചര്യങ്ങളിൽ പരിതൃപ്തനാകുന്നവൻ അതൊന്ന്, അതിനപ്പുറത്തേക്ക് അന്വേഷിക്കുന്നവൻ അത് വേറെ. ഈ അന്വേഷകനുള്ളതാണ് ഉപനിഷത്ത്. പ്രശ്നം നല്ലതാ. ഈ ചോദ്യങ്ങൾ ഉണ്ടാവണം, പ്രശ്നങ്ങൾ ഉണ്ടാവണം. ഇനി വേറൊരു വലിയൊരാശയം പറയാം. പരിഹാരമില്ലാത്തതിന് പ്രശ്നം എന്നാരെങ്കിലും പറയാറുണ്ടോ? സ്വാമി എനിക്ക് പ്രശ്നമാണ് സ്വാമി, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകണടാ പൊട്ട, അങ്ങനെയാണെന്ന് വെച്ചാൽ പ്രശ്നം എന്ന് പറയരുത്. പ്രശ്നമാണെങ്കിൽ പരിഹാരമുണ്ട്, പരിഹാരം ഇല്ലാത്തതിന് പ്രശ്നം എന്ന് പേരില്ല. ചോദ്യമാണെങ്കിൽ ഉത്തരമുണ്ട്, ഉത്തരം ഇല്ലാത്ത ചോദ്യം ഇല്ല. സ്വാമി ഇതിൻ്റെ പ്രശ്നത്തിന് പരിഹാരം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്നേക്കാൾ വിവരമുള്ള ആൾക്ക് കണ്ടെത്താൻ കഴിയും. ശരി, ഞാൻ പോയി ചോദിച്ചു, അയാൾക്കും അറിയില്ല, എന്നാ അതിനപ്പുറം വിവരമുള്ള ആൾക്ക് കണ്ടെത്താൻ കഴിയും. താല്പര്യം പ്രശ്നമാണോ? പരിഹാരമുണ്ട്. ഇത് പ്രത്യേകിച്ച് ഓർമ്മിക്കുക. ജീവിത പ്രശ്നങ്ങളെ കൊണ്ട് പൊറുതി മുട്ടുമ്പോൾ നമുക്കുണ്ടാവേണ്ടുന്ന പ്രായോഗികമായ വീക്ഷണമാണ് പറയുന്നത്. പ്രശ്നമാണോ? പരിഹാരമുണ്ട്. ഒളിച്ചോടിയിട്ട് പ്രയോജനമില്ല. ആത്മഹത്യയിലേക്കോ മറ്റോ ഒളിച്ചോടിയിട്ട് ഒരു പ്രയോജനമില്ല. പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ആ പരിഹാരം എനിക്കറിയില്ലെങ്കിൽ അറിയുന്ന ആളെ സമീപിക്കണം, അയാൾക്കും അറിയില്ലെങ്കിൽ അപ്പുറത്ത് അറിയുന്ന ആളെ സമീപിക്കണം. അത്രയേ ഉള്ളൂ. എങ്കിൽ പറയട്ടെ, ആത്യന്തിക സത്യത്തെ സംബന്ധിച്ച് അന്തരംഗത്തിൽ ഉയർന്ന പ്രശ്നങ്ങളോടുകൂടിയ വ്യക്തികൾ ആ അന്വേഷണത്തിനായിക്കൊണ്ട്, പ്രശ്നപരിഹാരത്തിനായിക്കൊണ്ട് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായി ഒത്തുകൂടും. അവർ വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ളവരാണെങ്കിലും ഒത്തുകൂടും. നമ്മളിവിടെ ഒത്തുകൂടി. ഈ കൂട്ടത്തിൽ ഈ തൊട്ട ചുറ്റുപാടിലുള്ളവരുണ്ടാവും, കുറച്ച് ദൂരെ നിന്ന് വന്നവരും ഉണ്ടാവും. പക്ഷെ നമ്മളിവിടെ ഏകീകരിച്ചിരിക്കുന്നത് ഒരു വിഷയമാണ്. ഇവിടെ വെച്ച് നമ്മൾ പരിചയപ്പെടുന്നു. അങ്ങനെ അന്വേഷണ മാർഗത്തിൽ പോകുന്നവർ പരസ്പരം പരിചയപ്പെടുമ്പോൾ, തുടർന്ന് ആ അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ അവർ ബന്ധപ്പെടും. ഇന്ന സ്ഥലത്തൊരു ക്ലാസ് ഉണ്ട്, നമുക്ക് ഒന്നിച്ച് പോവാം. ഇന്ന സ്ഥലത്തൊരു സത്സംഗം ഉണ്ട്, നമുക്ക് ഒന്നിച്ച് പോവാം. അങ്ങനെ അങ്ങനെ നമ്മളുടെ ഇടയ്ക്കൊരു ഏകതയുണ്ടാവും. അവിധം വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് വന്ന പ്രദേശങ്ങളിൽ നിന്ന് വന്ന 6 പേര് ജിജ്ഞാസുക്കൾ ഒത്തുചേർന്നു. അവർ സത്യാന്വേഷകന്മാരാ. ആ സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായി ഒത്തുചേർന്ന അവർ പലയിടങ്ങളിൽ അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന പല ഗുരുനാഥന്മാരെടുത്ത് പോയിട്ടുണ്ടാവണം. പലയിടങ്ങളിൽ നിന്നും പല ഉത്തരങ്ങളും ലഭിച്ചിട്ടുണ്ടാവണം. പക്ഷേ അവർക്ക് പരിപൂർണ സംതൃപ്തി നൽകുന്ന, നമുക്ക് മസ്തിഷ്കത്തിൽ നിന്ന് വരുന്ന ആശയം നമ്മുടെ മസ്തിഷ്കത്തിലൂടെ കടന്നു പോകും. അതൊരിക്കലും നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കില്ല. നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആ ആശയം പറയുന്ന ആളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതായിരിക്കണം. അതാണ് വ്യത്യാസം. ഇപ്പോൾ സ്വാനുഭൂതി സമ്പന്നന്മാരായ മഹാപുരുഷന്മാരുടെ ഉപദേശം എന്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അങ്ങനെ അന്വേഷിച്ച് പോയി അവർക്ക് പൂർണ്ണ തൃപ്തി കൈവന്നില്ല. അവരന്വേഷിച്ചുകൊണ്ടേ പോവുകയാണ്. പക്ഷെ ഇങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ ഒരു വിശേഷമുണ്ട്. എന്താ വെച്ചാൽ അനുഭവങ്ങൾ നമുക്ക് പലതും പറഞ്ഞു തരും. ആരംഭകാലങ്ങളിലൊക്കെ പല ജാടകളിൽ നമ്മൾ പോയി വീണു എന്ന് വരും. പല ജാടകൾ, പല ബാഹ്യങ്ങളായ പൊങ്ങച്ചങ്ങൾ,
പലതുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് അധികമുണ്ട്. ഇതിലൊക്കെ നമ്മൾ പോയി പെടും. ചിലപ്പോൾ ശിഷ്യന്മാരുടെ എണ്ണമായിരിക്കാം, ചിലപ്പോൾ രചിച്ച ഗ്രന്ഥങ്ങളുടെ എണ്ണമായിരിക്കാം, ചിലപ്പോൾ ചെയ്ത പ്രവചനങ്ങളുടെ വൈപുല്യമായിരിക്കാം, ചിലപ്പോൾ ആകാരമായിരിക്കാം, ഒന്നും പറയാൻ വയ്യ. ചിലപ്പോൾ അയാൾ സൂക്ഷിക്കുന്ന, സമാജത്തിൽ നിന്ന് സൂക്ഷിക്കുന്ന ഒരു അകൽച്ചയായിരിക്കാം. അങ്ങനെ പലതും. അക്കൽച്ച പ്രത്യേകം ശ്രദ്ധിക്കുക, അടുപ്പല്ല. ഇങ്ങനെ പലതും ഉണ്ട്. പക്ഷേ കൂടുതൽ ജിജ്ഞാസുവായി അന്വേഷിക്കുന്നതിനനുസരിച്ച് ഇത്തരം ജാടകളുടെ പൊള്ളത്തരം മനസ്സിലാവും. ആദ്യമൊക്കെ നമ്മളതിൽ പോയി വീഴും, പിന്നെ മനസ്സിലാവും. അങ്ങനെ അനുഭവ സമ്പത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു കഴിവ് ലഭിക്കും. എന്താണ്? സത്യദർശന സമ്പന്നനായ വിജ്ഞാനിയെ കണ്ടാൽ തിരിച്ചറിയാനുള്ളൊരു കഴിവ് നമുക്ക് തന്നെ കിട്ടും. ഏതായാലും ഈ 6 പേർക്കത് ലഭിച്ചു. അതുകൊണ്ട് അവർ അന്വേഷിച്ച് പോകുന്ന വഴി പിപ്പലാദ മഹർഷിയുടെ അടുത്ത് എത്തിപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു, ഏഷഹ വൈ തത് സർവം ഭക്ഷ്യതി, ഇയാൾ നമുക്കതെല്ലാം പറഞ്ഞു തരും കേട്ടോ. അവർ പരസ്പരം പറഞ്ഞു, നമ്മുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി ഇദ്ദേഹം പറഞ്ഞു തരും, ഉറപ്പ്. അതെങ്ങനെ അവർക്ക് പറയാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അവരുടെ അതിനു മുമ്പുള്ള അനുഭവങ്ങളാണ് അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടാവുക. നമ്മളൊക്കെ എവിടെയൊക്കെ എന്തിലൊക്കെ പോയി പെട്ടിട്ടുണ്ടാവും ഇങ്ങനെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട്. ചിലർ ദക്ഷിണയ്ക്ക് മാത്രം ഇരിക്കണവരുണ്ട്, ചിലർ മറ്റ് ജാടകൾ കാണിക്കുന്നവരുണ്ട്. പലതും 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 അതിലൊക്കെ പോയി പെടും കുറച്ചൊക്കെ. ഏതായാലും ഒടുവിൽ പ്രശ്നമില്ല. ഏഷഹ വൈ തത് സർവം ഭക്ഷ്യതി, ഇയാളെല്ലാം പറഞ്ഞു തരും. അങ്ങനെ അവർ പിപ്പലാദ മഹർഷിയുടെ അരികിലെത്തി പിപ്പലാദ മഹർഷിയോട് സംശയങ്ങൾ ചോദിച്ചില്ല, ചോദിക്കാൻ പുറപ്പെട്ടു. അപ്പം തന്നെ മഹർഷി അവരോട് പറഞ്ഞു, ഓ നിങ്ങളൊക്കെ നല്ല തപസ്സികളാ, എന്ത് മിടുക്കന്മാരാ, നിങ്ങളെല്ലാവരും ബ്രഹ്മനിഷ്ഠന്മാരാ. പക്ഷേ പോരാ. നോക്കണേ, ആദ്യം തന്നെ പോരാന്ന് പറഞ്ഞില്ല. ഇനിയിപ്പോൾ എന്ത് വേണം? 1 വർഷം എൻ്റെ കൂടെ താമസിക്കുക. നല്ല ശ്രദ്ധയോടുകൂടി, തപസ്സോടുകൂടി, ബ്രഹ്മചര്യത്തോടുകൂടി എൻ്റെ അരികിൽ 1 വർഷം താമസിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചോദ്യം ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. ഇന്നതേ ചോദിക്കാവൂന്നില്ല. എന്നോട് ആധ്യാത്മികമേ ചോദിക്കാവൂ, എന്നോട് ഭൗതികമേ ചോദിക്കാവൂ. ഒന്നുമില്ല, ഒരു വ്യത്യാസമില്ല. എന്നോട് അർത്ഥശാസ്ത്രം ചോദിക്കരുത്, കാമശാസ്ത്രം ചോദിക്കരുത്, സാമൂഹിക ക്രമങ്ങൾ ചോദിക്കരുത്, രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിക്കരുത്, അങ്ങനെയൊന്നുമില്ല. യഥാകാമം പ്രശ്നാൻ പൃച്ഛത, ഇഷ്ടമുള്ള ചോദിച്ചോളൂ. പക്ഷെ ഒരു കണ്ടീഷൻ, എപ്പോഴേ ചോദിക്കാവൂ, 1 വർഷം എൻ്റെ കൂടെ താമസിച്ച് കുറച്ചും കൂടി ഒരു സംസ്കരണം ആവശ്യമുണ്ട്. അതിന് ശേഷം വെറുതെ താമസിച്ചാൽ പോരാ. വെറുതെ ചാപ്പാടടിച്ച് ഗുരുകുലത്ത് താമസിക്കാൻ ആർക്കും കഴിയും. ശ്രദ്ധയോടെ, തപസ്സോടെ, ബ്രഹ്മചര്യത്തോടെ. എളുപ്പമല്ല. വലിയ വലിയ ഗുരുനാഥന്മാരുടെയൊക്കെ പുറമേ നിന്നുള്ള കാഴ്ചകളും പുറമേ നിന്നുള്ള കേൾവികളൊക്കെ സുന്ദരായിരിക്കും. പക്ഷെ കൂടെ താമസിക്കുമ്പോഴാ മനസ്സിലാവും ഇത് അത്ര എളുപ്പമല്ലടേ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഴത്തിലുള്ള അഹങ്കാരം പോലും പുറത്ത് കൊണ്ടുവന്ന് തച്ചുടയ്ക്കും. എളുപ്പമല്ല. അവിടെയാ പറഞ്ഞു 1 കൊല്ലം താമസിക്കുക, 1 മാസമായിട്ടായിരുന്നെങ്കിൽ നോക്കായിരുന്നു. പക്ഷേ 1 കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ചോദിക്കാം പോരെ. എന്തിനും മറുപടി ഉണ്ടെന്നില്ല. അതിൻ്റെ മറുപടി എനിക്ക് അറിയുമെങ്കിൽ ഞാൻ പറഞ്ഞു തരും. ഇങ്ങനെ 6 ജിജ്ഞാസുക്കൾ പിപ്പലാദ മഹർഷിയുടെ അനുജ്ഞ നേടി മഹർഷിയുടെ കൂടെ താമസിച്ചു 1 വർഷം. അനന്തരം, അതായത് 1 വർഷം പൂർത്തിയായ ശേഷം
എല്ലാവരും കൂടി ഒന്നിച്ചു പോയി ഓരോരുത്തരായി ചോദ്യങ്ങൾ ചോദിച്ചു. ആവർത്തിക്കുന്നു, എല്ലാവരും ഒന്നിച്ചു പോയി ഓരോരുത്തരായി ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ഇതാ കഴിഞ്ഞു കിട്ടുമോ എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം ചോദിക്കും. അതിന് ഉത്തരം പറഞ്ഞ് കഴിഞ്ഞു കിട്ടുമോ എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം. ഇങ്ങനെ 6 പേരും ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ നേടി അവസാനം കൃതാർത്ഥരായി. എന്തന്വേഷിച്ചോ അത് കിട്ടി, എന്ത് തേടിയോ അത് നേടി. ആ കൃതാർത്ഥതയിൽ അനാദ്യനന്തമായ ആചാര്യ പരമ്പരയെ മുഴുവൻ കണ്ടുകൊണ്ടവർ പിപ്പലാദ മഹർഷിയെ പൂജിക്കുന്നു. ഞങ്ങളെ അജ്ഞാന മഹാസമുദ്രത്തിന് മറുകര കടത്തിയ അങ്ങ് ഞങ്ങളുടെ പിതാവാണെന്ന് പറഞ്ഞിട്ട് നമഃ പരമഋഷിഭ്യ. ആ പരമഋഷിമാർക്കായിക്കൊണ്ട് നമസ്കാരം എന്ന നിലയ്ക്ക് സമാപിക്കും പ്രശ്നോപനിഷത്ത്. ഇതിൽ മൊത്തം 6 പ്രശ്നങ്ങളാണുള്ളത്. 6 പ്രശ്നങ്ങൾ. 6 പ്രശ്നങ്ങളും പഠിക്കണമെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 36 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ചുരുങ്ങിയത്, ഏറ്റവും ചുരുങ്ങിയത്. നമുക്കത് അല്പമായി ചില ചിന്തകളൊക്കെ ചെയ്യാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറൊരാശയം പറയട്ടെ. നമ്മുടെ ധർമ്മവ്യവസ്ഥ നിലകൊള്ളുന്നത് പലവിധ സമ്പ്രദായങ്ങളെ കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ടുമൊക്കെയാണ്. കേവലം മൂല്യത്താലല്ല, കേവലം തത്വചിന്തയാലല്ല, കേവലം ആചാരാനുഷ്ഠാനങ്ങളാലല്ല, കേവലം വിശ്വാസങ്ങളാലല്ല. ഇതൊക്കെ ചേർന്നതാണ് ധർമ്മവ്യവസ്ഥ. ഇവിടെ ശാസ്ത്രമുണ്ട്, ഇവിടെ മൂല്യബോധമുണ്ട്, ഇവിടെ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, ഇവിടെ വളരെ സാങ്കല്പികങ്ങളായ പലതുമുണ്ട്. എല്ലാം വേണം. ഐതിഹ്യങ്ങൾ, ഒരു പരിധി കെട്ടുകഥകളൊക്കെ വേണം. എല്ലാം ചേർന്നതാണ് ഈ വ്യവസ്ഥ എന്നുള്ളത്. എനിക്ക് എൻ്റെ അച്ഛനോട് വലിയ സ്നേഹമാണ്, ആദരവാണെന്ന് വെച്ചോളൂ. എവിടെയാ സ്നേഹം, ആദരവ്? ഉള്ളിലാണ്, ഹൃദയത്തിലാണ്. ശരി, ഞാൻ കാലിൻ്റെ മുകളിൽ കാലം വെച്ച് മുണ്ട് മടക്കി കെട്ടി ഇരിക്കുന്ന സമയത്ത് അച്ഛൻ വരുന്നത്, ഉടനെ ഞാൻ എന്ത് ചെയ്യും? ഉടനെ എഴുന്നേറ്റ് മുണ്ടിൻ്റെ മടക്കി കെട്ടൊക്കെ നഴിച്ച് നിൽക്കുമല്ലേ? അതല്ലേ പതിവ്? അതെന്തിനാ അങ്ങനെ ചെയ്യണേ? ബഹുമാനമൊക്കെ ഉള്ളിലല്ലേ, എഴുന്നേൽക്കുന്നിടത്താണോ? ഹൃദയത്തിലല്ലേ? ശരിയാ, ബഹുമാനവും സ്നേഹവും ഒക്കെ ഹൃദയത്തിലാണ്. പക്ഷേ അത് ചില സമ്പ്രദായങ്ങളിലൂടെ, ആചാരങ്ങളിലൂടെ പ്രകടമാകണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം ജീവിതത്തിൽ അനുഷ്ഠാനങ്ങളെ പാലിക്കുമ്പോഴാണ് ഈ ധർമ്മവ്യവസ്ഥ നിലനിൽക്കുന്നത്. ഇതെന്തിനാ ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഉപനിഷത്ത് പഠനം നിലനിൽക്കുന്നതിൻ്റെ പിന്നിലും അങ്ങനെയുള്ള പല ആശയങ്ങളും ആചരണങ്ങളും ഒക്കെയുണ്ട്. അനേകമുണ്ട്, 1ഉം 2ഉം അല്ല, സന്ദർഭം അനുസരിച്ച് പറഞ്ഞോളാം. അതിൽപ്പെട്ട ഒന്നാണ്, പ്രധാനപ്പെട്ട ഒന്നാണ് ഉപനിഷത്ത് പഠനത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും ശാന്തി മന്ത്രം ചൊല്ലുക എന്നത്. പറയുന്ന ആളും കേൾക്കുന്ന ആളും ഒത്തൊരുമിച്ച് ശാന്തി മന്ത്രം ചൊല്ലും, രണ്ടുപേരും ചേർന്നിട്ട്. അങ്ങനെ ശാന്തി മന്ത്രം ചൊല്ലിയിട്ടേ ഉപനിഷത്ത് പഠിക്കാൻ തുടങ്ങാറുള്ളൂ, നിർത്താറുള്ളൂ. അതിൻ്റെ സമ്പ്രദായ, അത്തരം സമ്പ്രദായങ്ങളെ പാലിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. പരിഷ്കാരത്തിൻ്റെ പേരിൽ ഈ സമ്പ്രദായങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ പഠന വ്യവസ്ഥ നിലനിൽക്കില്ല. ഓരോന്നും അതിൻ്റെതായ സമ്പ്രദായങ്ങളുണ്ട്. പരസ്യമായി പറയേണ്ടതുണ്ട്, രഹസ്യമായി പറയേണ്ടതുണ്ട്. രഹസ്യമായി പറയേണ്ടത് പരസ്യമാക്കിയാലോ? നമ്മൾ ഇതൊക്കെ പരസ്യമാക്കേണ്ട അറിവാട്ടോ അത് എന്നും പറഞ്ഞ് നമ്മൾ വിളിച്ചു പോകും. ഇവിടെ പൂർവാചാര്യന്മാരെന്തിന് രഹസ്യമാക്കി വെച്ചു? അവർക്ക് കയറില്ലാഞ്ഞിട്ടാ. ചിലതൊക്കെ രഹസ്യമായി വെക്കണം, ചിലരൊക്കെ പരസ്യമാക്കണം. എല്ലാത്തിനും വ്യവസ്ഥകളുണ്ട്.
ആ വ്യവസ്ഥകൾക്കനുസരിച്ച് നമ്മൾ പോകണം. ഇത് ശ്രദ്ധിക്കുക. അപ്പോ സമ്പ്രദായത്തിൽപ്പെട്ടതാണ് ഉപനിഷത്ത് പഠനാരംഭത്തിലും അന്ത്യത്തിലും ശാന്തി മന്ത്രം ചൊല്ലുക എന്നുള്ളത്. ഋഗ്വേദീയങ്ങളായ എല്ലാ ഉപനിഷത്തുക്കൾക്കും ഓം വാങ്മേ മനസി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതം എന്ന് തുടങ്ങുന്നതാണ് ശാന്തി മന്ത്രം. കൃഷ്ണ യജുർവേദീയങ്ങളായ എല്ലാ ഉപനിഷത്തുക്കൾക്കും ഓം സഹനാവവതു സഹനൗ ഭുനക്തു എന്ന് തുടങ്ങുന്നതാണ് ശാന്തി മന്ത്രം. ശുക്ല യജുർവേദീയങ്ങളായ എല്ലാ ഉപനിഷത്തുക്കൾക്കും ഓം പൂർണ്ണമദ പൂർണ്ണമിദം എന്ന് തുടങ്ങുന്നതാണ് ശാന്തി മന്ത്രം. സാമവേദീയങ്ങളായ എല്ലാ ഉപനിഷത്തുക്കൾക്കും ഓം ആപ്യായന്തു മമ അംഗാനി എന്ന് തുടങ്ങുന്നതാണ് ശാന്തി മന്ത്രം. അഥർവവേദീയങ്ങളായ എല്ലാ ഉപനിഷത്തുക്കൾക്കും ഓം ഭദ്രം കർണേഭി എന്ന് തുടങ്ങുന്നതാണ് ശാന്തി മന്ത്രം. ഇതിൽ ചെറിയൊന്ന് കൂട്ടിച്ചേർത്ത് പറയാനുണ്ട്. ഇത്ര മതി, ഇത്ര പറഞ്ഞാൽ മതി. എന്നാലും വായിൽ തോന്നിക്കഴിഞ്ഞാൽ പറയണമല്ലോ. യജുർവേദീയമായ തൈത്തിരീയ ശാഖയ്ക്ക് മാത്രം ശന്നോ മിത്രശംവരുണ എന്നൊരു ശാന്തി മന്ത്രം കൂടി അധികമായിട്ടുണ്ട്. ഇങ്ങനെ 6 ശാന്തി മന്ത്രങ്ങളാണ് പ്രധാനമായിട്ട് ഉപനിഷത്ത് പഠനത്തിനോട് ബന്ധപ്പെട്ടിട്ട്. മൊത്തം ശാന്തി മന്ത്രങ്ങൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. എങ്കിലും ഉപനിഷത്ത് പഠനത്തിൽ ഈ 6 എണ്ണമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞു പ്രശ്നോപനിഷത്ത് അഥർവവേദീയമാണെന്ന്. അപ്പം നമ്മൾ ഏത് ശാന്തി മന്ത്രമാണ് ഇവിടെ പഠിക്കണത്? ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനോഭിർവ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതാണ് ശാന്തി മന്ത്രം. നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് ചൊല്ലാം, എന്നിട്ട് പഠിക്കാം. ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനോഭിർവ്യശേമ ദേവഹിതം യദായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ സ്വസ്തി നഃ താർക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഇവിടെ ഓംകാരത്തോടു കൂടിയാണ് ശാന്തി മന്ത്രം ആരംഭിക്കുന്നത്. ഓം. നോക്കൂ, വേദത്തെ മുഴുവനൊന്ന് വിസ്തരിച്ച് പറഞ്ഞു തരൂ എന്ന് ചോദിച്ചാൽ ആർക്കും സാധിക്കില്ല. 1000 മുഖമുള്ള അനന്തനും കഴിയില്ല, ചതുർമുഖനായ ബ്രഹ്മാവിനും കഴിയില്ല. പിന്നെയല്ലേ നമുക്കൊക്കെ.
കാരണം അനന്താഹ വൈ വേദാഹ, വേദങ്ങൾ അനന്തങ്ങളാണ്. പറഞ്ഞു തീരില്ല. എന്നാൽ ചുരുക്കി പറഞ്ഞു തരുമോ ചോദിച്ചാൽ ഏതൊരു കുട്ടിക്കും സാധിക്കും. ഒരൊറ്റ ശബ്ദം ഉച്ചരിച്ചാൽ മതി. ഓം കഴിഞ്ഞു, വേദസാരായി പോയിക്കോളൂ. ഒരാൾ പറയാം വേദം മുഴുവൻ പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൂട്ടിയ ആൾക്കാരെ ഒറ്റ ഓങ്കാരം ചൊല്ലിയിട്ട് വിട്ടാൽ ശരിയായി, വേദം മുഴുവനായി, സംശയമില്ല. ആ ഓങ്കാരത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. സർവേ വേദാ യത്പദമാമനന്തി തപാംസി സർവാണി ച യദ്വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി. ഓം ഇത്യേതത്. ഉപനിഷത്ത് സ്പഷ്ടമായി നമ്മളോട് പറഞ്ഞു തരും. എല്ലാ വേദങ്ങളും ഏതൊരു പദത്തെയാണോ വിസ്തരിക്കുന്നത്, എല്ലാ വേദങ്ങളെന്ന് പറയുമ്പോൾ ഋക്ക്, യജുസ്, സാമം, അഥർവം പോരാ. അവ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് എന്നീ ഭാഗങ്ങളിലൂടെ ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നീ അംഗങ്ങളോടുകൂടി ആയുർവേദം, ധനുർവേദം, സ്ഥപത്യവേദം, ഗാന്ധർവവേദം, അർത്ഥവേദം എന്നീ ഉപവേദങ്ങളോട് ചേർന്ന് ഏതൊരു തത്വത്തെയാണോ വിശദീകരിക്കുന്നത്, സർവേ വേദാ യത്പദമാമനന്തി തപാംസി സർവാണി ച യദ്വദന്തി, എല്ലാ തപസ്സുകളും ഏതിനെയാണോ ലക്ഷ്യമായി പറയുന്നത്, യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി, യാതൊന്നിനെ ഇച്ഛിക്കുന്നവരാണോ ബ്രഹ്മചര്യത്തിൽ ചരിക്കുന്നത്, യാതൊന്നിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ബ്രഹ്മചര്യാദി സാധനകളിൽ കഴിയുന്നുവോ, തത്പദം, ആ പദത്തെ സംഗ്രഹേണ, ചുരുക്കമായിട്ട് ബ്രവീമി, ഞാൻ പറഞ്ഞു തരുന്നു. എന്താണ്? ഓം ഇത്യേതത്, ഓം എന്നുള്ളതാണത്. അപ്പോൾ വേദസാരമാണ് ഓംകാരം. ഇത് ഉച്ചരിക്കുന്നത് ഏറ്റവും മംഗളമായിട്ടാണ് മാനിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഓങ്കാരം ഉച്ചരിക്കുക. ഓങ്കാരശ്ചാധ ശബ്ദശ്ച ദ്വാവേതൗ ബ്രഹ്മണപുരാ കണ്ഠം ഭിത്വാ വിനിർയാതൗ തസ്മാൻ മാംഗളികാവുഭൗ. ഓം അധ എന്നീ രണ്ട് ശബ്ദങ്ങൾ വേദത്തിൻ്റെ ആദ്യോച്ചാരണമാണ്. അതുകൊണ്ട് അവ രണ്ടും മംഗളങ്ങളാണ്. എല്ലാ മംഗളങ്ങളിലും നമ്മൾ ഓങ്കാരം ഉച്ചരിക്കണം. ഓം. ഈ അർത്ഥം ചിന്തിച്ചാലോ, പരമാത്മാ പ്രതീകമാണ് ഓങ്കാരം, ഈശ്വരനാമമാണ് ഓങ്കാരം. ഓം ഇതി ബ്രഹ്മ, ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ, തസ്യ വാചക പ്രണവഃ തുടങ്ങിയതൊക്കെ ചിന്തിക്കുക. ഇനി വീണ്ടും അർത്ഥവിചാരം ചെയ്യണമെങ്കിൽ ഓം എന്നുള്ളതിനെ സമസ്തമായിട്ട് ബ്രഹ്മമെന്ന അർത്ഥമെടുക്കുക, വ്യസ്തമായിട്ട് ആ, ഉ, മ എന്നിവയെ മുറിച്ച് സർവത്രിത്വങ്ങളെയും മനസ്സിലാക്കുക. ത്രിവേദങ്ങളാവട്ടെ, ത്രിലോകങ്ങളാകട്ടെ, ത്രിഅവസ്ഥകളാകട്ടെ, ത്രിദേവന്മാരാകട്ടെ, അങ്ങനെ 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 പോകും. അവയെ അതിക്രമിച്ച് നിൽക്കുന്ന തുരീയത്തെ അവാച്യങ്ങളായ ധ്വനി തരംഗങ്ങളെ കൊണ്ടും പറയും. ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഓങ്കാരം ഉച്ചരിച്ചു കൊണ്ട് തുടങ്ങുന്നു. ഓം എന്നിട്ടൊരു പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? ഭദ്രം കർണേഭിഹി ശൃണുയാമ ദേവാഹ. അല്ലയോ ദേവന്മാരെ, സംബോധനയാണ്. അല്ലയോ ദേവന്മാരെ, ഭോ ദേവാഹ, അല്ലയോ ദേവന്മാരെ, കർണേഭിഹി ഭദ്രം ശൃണുയാമ, ചെവികളെ കൊണ്ട് ഞങ്ങൾ ഭദ്രമായത് മംഗളമായത് കേൾക്കുമാറാകണമേ. അപ്പം ദേവന്മാരെന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലെടുക്കാം. ഒന്ന് വ്യഷ്ടിയിൽ, രണ്ട് സമഷ്ടിയിൽ.
വ്യഷ്ടിയിലാണെങ്കിൽ കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്, മനസ്സ്, ബുദ്ധി, ഇതൊക്കെ ദേവന്മാരാ. ഇവരൊക്കെ ദേവന്മാരാ. ഇവരാണ് ഇപ്പോൾ ഇതിനെ പ്രകാശിപ്പിക്കണതേ. സമഷ്ടിയിലാണെങ്കിൽ എത്രയാ ദേവന്മാർ? കോടിക്കണക്കിന് ദേവന്മാരുണ്ട്. 1, 2, 10 അല്ല, കോടിക്കണക്കിന് ദേവന്മാരുണ്ട്. അഗ്നി, സൂര്യൻ, വായു, വരുണൻ, വിഷ്ണു, രുദ്രൻ, ഇന്ദ്രൻ, ദേവിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ, ലക്ഷ്മി, ദുർഗ, സരസ്വതി, അങ്ങനെ 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 പോവും. കോടാനുകോടി ദൈവങ്ങളുണ്ട് നമുക്ക്. ഓരോ ദേവതയ്ക്കും വ്യത്യസ്ത ഭാവങ്ങളുണ്ട്. ചിന്തിക്കുക. ഇവിടെ നമ്മൾ മഹാദേവന്റെ സന്നിധിയിലാണ്. ഇവിടെ മഹാദേവൻ മാരാരിയാണ്. എന്നാൽ ഇതേ മഹാദേവൻ അപ്പുറത്ത് സുന്ദരേശ്വരനായിട്ടും ഉണ്ടാവും. നല്ല അഴകി ഒരുങ്ങി പാർവതിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നല്ല മേക്കപ്പൊക്കെ ഇട്ട് നിൽക്കുന്ന സുന്ദരേശ്വരനും ഉണ്ട് അപ്പുറത്ത്. ഇനി ഇപ്പുറത്തോ മാരാരിയായിട്ടുള്ള ഭഗവാനും ഉണ്ട്. എല്ലാം എന്തൊക്കെ ഭാവങ്ങളാ! കോടിക്കണക്കിന് ദേവതകൾ. ചിന്തിക്കുക. അല്ലയോ ദേവന്മാരെ വിളിക്കുകയാണ്. സ്വയം നമ്മൾ ചെവികളെ കൊണ്ട് ഭദ്രമായത് കേൾക്കണേ. ഇതാണ് ഇപ്പം ഒന്ന് പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. നമ്മുടെയൊക്കെ ചെവികളെ കൊണ്ട് ഭദ്രമായത് കേൾക്കണേ. ഭദ്രം മംഗളം. എന്താ കേൾക്കണത് വെച്ചാൽ അതിനനുസരിച്ചാണ് നമ്മുടെ ഉള്ളിൽ സംസ്കാരം ഉണ്ടാവുക. എപ്പോഴും നല്ലത് കേൾക്കാൻ പറ്റണം. അത് പ്രാർത്ഥിക്കണം. നല്ലത് കേൾക്കാൻ പറ്റണമെന്നും പറഞ്ഞ് വീടിൻ്റെ ഉള്ളിൽ പൂട്ടിയിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. നല്ലത് പറയുന്നിടത്തേക്ക് പോകണം. നല്ലത് കേൾക്കാനുള്ള സാധ്യതകൾ, സാഹചര്യങ്ങളെ ഉപയോഗിക്കണം. അവിടെയാണ് മനുഷ്യ പ്രയത്നം വേണ്ടത്. എൻ്റെ വിശപ്പ് മാറ്റി തരണേന്നും പറഞ്ഞിട്ട് ഇരുന്ന് ആർക്കും വിശപ്പ് മാറില്ല. പ്രാർത്ഥനയ്ക്ക് അനുരൂപമായ പ്രവൃത്തി ഉണ്ടാവണം. അപ്പോൾ ഭദ്രമായത് കേൾക്കുമാറാകണേന്ന് പ്രാർത്ഥിച്ചാൽ അതിനനുസൃതമായ പ്രവൃത്തി ഉണ്ടാവണം. സത്സംഗം നടക്കുന്നിടത്തേക്ക് പോകണം, അവിടെ കേൾക്കണം. എന്താണോ നമ്മൾ കേൾക്കുന്നത് നിരന്തരം, അതാണ് നമ്മളിൽ സംസ്കാരമായി രൂപപ്പെടുന്നത്. വാക്കുകൾ, അവയുടെ ശക്തി അപാരമാണ്. വാക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങും. വാക്കിലൂടെ ആശയം ഇറങ്ങും. ആശയത്തിലൂടെ സംസ്കാരം രൂപപ്പെടും. ചിന്തിക്കുക. അതുകൊണ്ട് ഭദ്രം കർണേഭി ശൃണുയാമ. ചെവികളെ കൊണ്ട് നമ്മൾ ഭദ്രമായത് കേൾക്കണേ. എന്താ കേൾക്കണത്? അതിനനുസരിച്ച് സംസ്കാരം നമുക്ക് ഉണ്ടാവുക അല്ലേ? ഇല്ല. നിരന്തരം കേൾക്കണത് അതിനനുസരിച്ച് നമ്മളിൽ നിന്നും പ്രതികരണങ്ങൾ വരിക. നമ്മുടെ സംസ്കാരം അങ്ങനെയാണ് രൂപപ്പെടുക. സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് നല്ല കൂട്ടുകെട്ടിൽ വേണമെന്നൊക്കെ പറയണത്. ഇനി രണ്ടാമത്തെ അർത്ഥം പറയാം. എന്ത് കേൾക്കണുണ്ടോ അത് ഭദ്രമാണെന്ന് തോന്നണം. അത് മതി. പോരാ. നമ്മൾ എന്ത് കേൾക്കണുണ്ടോ അത് ഭദ്രമായിട്ട് എടുത്താൽ പോരെ? ഇല്ല. ഒരാൾ നമ്മളെ തെറി പറഞ്ഞു വെച്ചോളൂ. അതിനെ തെറിവാക്കായി കൂട്ടുമ്പോൾ അല്ലേ നമുക്കത് അഭദ്രമായി തോന്നണുള്ളൂ. എന്താ അഭിപ്രായം? അതിനെ നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇപ്പോൾ ഒരാൾ, ഇപ്പം ഞാനിരിക്കുക അവിടെ ചിദാനന്ദപുരസ്വാമി, എന്നെ നിങ്ങൾക്ക് മനുഷ്യാകാരത്തിലാണ് കാണുന്നത്. ഒരാൾ എന്നെ വിളിക്കുകയാണ്, പട്ടീന്ന് വിളിച്ചു എന്ന് വിചാരിച്ചോളൂ. എന്നെ മുഖത്ത് നോക്കി പട്ടീന്ന് വിളിച്ചു. എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടെന്ന് വിചാരിക്കുക, ഞാൻ പട്ടിയാണോ എന്ന്. എന്നാൽ എനിക്ക് വിഷമമുണ്ടാവും. എനിക്ക് ഉറപ്പാണ് ഞാൻ മനുഷ്യനാണെന്ന്. ഞാൻ മനുഷ്യനാണെന്ന് ഉറപ്പുള്ള എനിക്ക് എന്നെ വേറൊരാൾ പട്ടീന്ന് വിളിച്ചാൽ വിഷമം ഉണ്ടാവുമോ? എനിക്കുണ്ടാവില്ല. ഉണ്ടാവും. പാവട്ടെ, കണ്ണിന് എന്തോ ഒരു സൂക്കേടുണ്ട്, ഒന്ന് കണ്ണ് ഡോക്ടറെ എടുത്ത് കാണിക്കണം അയാളെ. സാറേ, എന്നെ കണ്ടിട്ട് പോയൊരു പട്ടിയുടെ രൂപമാണല്ലോ തോന്നണത്, കാഴ്ചയ്ക്ക് എന്തോ ഒരു തകരാറുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും.
അതൊന്ന് പറയാൻ കിട്ടും. എന്താണ്? ഒന്ന് ഡോക്ടറെ പോയി കാണിക്കണം, കണ്ണ് ഡോക്ടർ. ഇതേ എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം ഞാൻ പട്ടിയല്ല, ഞാൻ മനുഷ്യനാണെന്ന് എനിക്ക് ഉറപ്പുള്ള കാലത്തോളം അയാൾ എന്നെ എന്ത് വിളിച്ചാൽ എനിക്കെന്താ? ചില സ്റ്റേജുകളിലൊക്കെ പോകുമ്പോൾ പ്രഭാഷണത്തിന് സ്വാഗതം പറയുന്നവർ പുകഴ്ത്തി 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 എങ്ങോ എത്തിക്കും. അത് കേട്ടോ നമുക്ക് വല്ല ഗുണമുണ്ടോ? ഇല്ല. ദോഷമുണ്ടോ? ഇല്ല. കാരണം അവർ പുകഴ്ത്തിയാൽ ഞാൻ വലുതാവുമോ? ഇല്ല. അവർ ഇകഴ്ത്തിയാൽ ഞാൻ ചെറുതാവുമോ? ഇല്ല. ഞാനെന്തോ ഞാനാണ്. ചിന്തിക്കുക. അതുകൊണ്ട് എന്ത് കേൾക്കുന്നുണ്ടോ അതിനെ ഭദ്രമായിട്ട് എടുക്കുക. എല്ലാ ശബ്ദങ്ങളിലും വിലസുന്നത് സരസ്വതിയാണ്. അക്ഷരം സരസ്വതിയാണ്. അക്ഷരത്തിൻ്റെ ഭാഷാരൂപം സരസ്വതിയുടെ പ്രകടനമാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം ഭദ്ര അല്ലാത്തൊന്നില്ല. ഞാൻ രണ്ടർത്ഥവും മനസ്സിലാക്കിക്കോളൂ. അപ്പം എന്താ പ്രാർത്ഥിക്കണത്? അല്ലയോ ദേവന്മാരെ, ഞങ്ങൾ ഭദ്രമായത് കേൾക്കുമാറാകണേ. വ്യക്തമാണല്ലോ. ഈ പ്രാർത്ഥനയാട്ടോ എപ്പോഴും വേണ്ടത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ. ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഹ. വളരെ പ്രധാനപ്പെട്ട രണ്ടർത്ഥങ്ങൾ പറയാം. ആദ്യം ഒന്ന് ലളിതമായത് ആദ്യം പറയാം, രണ്ടാമത് പറയാം. ആദ്യത്തെ അർത്ഥം യജത്രാഹ, അല്ലയോ ദേവന്മാരെ, യജ്ഞത്തെ ത്രാണനം ചെയ്യുന്നവർ, യജ്ഞത്തെ രക്ഷിക്കുന്നവരാരോ അവരാണ് യജത്രന്മാർ. യജ് ദേവപൂജാവിധി സംഗതികരണ ദാനേഷു എന്നുള്ള ധാതുവിൽ നിന്നാണ് യജ്ഞം, യാഗം തുടങ്ങിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ യജത്രൻ എന്ന് പറഞ്ഞാൽ യജ്ഞത്രാണനം ചെയ്യുന്നവൻ എന്നർത്ഥം. യജ്ഞത്തെ രക്ഷിക്കുന്നവൻ ആരാ? ദേവതകൾ. അപ്പം അല്ലയോ ദൈവങ്ങളെ യജത്രാഹ, വയം നമ്മള് അക്ഷഭിഹി കണ്ണുകളെ കൊണ്ട് ഭദ്രം പശ്യേമ, ഭദ്രമായത് മംഗളമായത് കാണുമാറാകണേ. എപ്പോഴും ഭദ്രമായത് കാണുമാറാകണം, ഭദ്രമായത് കേൾക്കുമാറാകണം. അഭദ്രമായത് കാണണ്ട. വ്യക്തമാണല്ലോ, ലളിതമാണ് അർത്ഥം. കാരണം കാണുമ്പോൾ അത് വല്ലാതെ ഉള്ളിൽ കയറും. അഭദ്രമായതൊന്നും കാണാനിട വരരുത്. അപ്പോൾ ഭദ്രമായത് കേൾക്കുമാറാകണം, ഭദ്രമായത് കാണുമാറാകണം. രണ്ടാമത്തെ അർത്ഥം എന്ത് കാണുന്നുണ്ടോ അത് ഭദ്രമാണെന്ന് മനസ്സിലാവണം. അപ്പം നമുക്ക് പെട്ടെന്നൊന്ന് അഭദ്രമാണെന്ന് തോന്നിയാലും പിന്നീട് മനസ്സിലാവും അത് ഭദ്രമാണെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാവുന്ന സ്പന്ദനങ്ങളെ കൊണ്ട് നമ്മൾ വൈകാരിക തലത്തെ പ്രാപിക്കരുത്. പെട്ടെന്നുണ്ടായ ഒരു അനുഭവ വിശേഷത്തെ അഭദ്രമെന്ന് മുദ്ര കുത്തരുത്. ശ്രദ്ധിക്കുക. അപ്പൊ കണ്ണുകളെ കൊണ്ട് ഭദ്രമായത് കാണണം എന്ന് പറയുമ്പോൾ എന്ത് കാണുന്നുണ്ടോ ഒക്കെ ഭദ്രമാണ്. യാതൊന്ന് കാണുന്നത് അത് നാരായണ പ്രതിമയാണ്. എന്താണോ കാണുന്നത് ഭഗവത് രൂപമാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഭദ്രാഭദ്രങ്ങളൊന്നും ഇല്ല. ഇതാണ് സാമാന്യമായ അർത്ഥം. അതിന് വിശേഷമായൊരർത്ഥം പറയാം, നല്ലോണം ശ്രദ്ധിക്കുക. ഇവിടെയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ വലിയൊരു മർമ്മം കിടക്കുന്നത്. നേരത്തെ യജത്രാഹ എന്നുള്ളതിന് ദേവന്മാരെ എന്നാണ് അർത്ഥം എടുത്തത്. ഇനി മാറ്റി പറയുന്നു, യജത്രാഹ യജ്ഞത്തെ ത്രാണനം ചെയ്യുന്നവര്, യജമാനന്മാര്, ഞങ്ങള് സൽക്കർമ്മം ചെയ്യുന്നവര്. ഇപ്പൊ സൽക്കർമ്മം ചെയ്യുന്നവരായ നമ്മൾ, അവിടെ സംബോധനയല്ല അത്,
പ്രഥമ ഏകവചനത്തിലെടുക്കുകയാണ്, പ്രഥമ ബഹുവചനത്തിലെടുക്കുകയാണ്. യജത്രാഹ, യജ്ഞത്തെ ത്രാണനം ചെയ്യുന്നവരായ ഞങ്ങൾ, സൽക്കർമ്മം ചെയ്യുന്നവരായ ഞങ്ങൾ കണ്ണുകളെ കൊണ്ട് നല്ലത് കാണുമാറാകണേ. ഇവിടെ എന്താ സൂക്ഷ്മാർത്ഥം? നല്ലത് കാണണം, നല്ലത് അനുഭവിക്കണം എന്നെല്ലാവരും പ്രാർത്ഥിക്കും. പക്ഷേ നല്ലത് അനുഭവിക്കാൻ ഇടയാവണമെങ്കിൽ നല്ലത് ചെയ്യണം എന്നെത്ര പേര് ഓർമ്മിക്കാറുണ്ട്? എൻ്റെ ജീവിതത്തിൽ നല്ലത് കാണാൻ സാധിക്കണമെങ്കിൽ, നല്ല അനുഭവം ഉണ്ടാകണമെങ്കിൽ ഞാൻ നല്ലത് ചെയ്തിരിക്കണം. നല്ലത് ചെയ്യാതെ നല്ലത് പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് നല്ലത് ചെയ്യൂ എന്നൊരു വലിയ ജീവിത സന്ദേശമാണ് ഈ വ്യാഖ്യാനത്തിന് കിട്ടുന്നത്. യജത്രാഹ സത്കർമ്മിണഃ വയം, സത്കർമ്മികളായ ഞങ്ങൾ, യജമാനന്മാരായ ഞങ്ങൾ കണ്ണുകളെ കൊണ്ട് നല്ലത് കാണുമാറാകണേ. വ്യക്താണല്ലോ. വലിയൊരു ജീവിത വീക്ഷണ. കാരണം നല്ലതിനെല്ലാവരും പ്രാർത്ഥിക്കും, അതിനാരും പിന്നിലൊന്നുമല്ല. ഭഗവാനെ എനിക്കത് തരണേ ഇത് തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കും. ഭഗവാൻ ചോദിക്കുക, എന്താ അധികാരമോ നിനക്കത് തരാനുള്ളത് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ മറുപടി? ഭഗവാനെ എനിക്കത് തരണേ ഇത് തരണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഭഗവാൻ വന്നിട്ട് ചോദിച്ചു എന്ന് വിചാരിക്കാം, നിനക്ക് എന്താ അധികാരം ഉണ്ടാകുന്നതാണ്? നീ ഇന്ന് നല്ല ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ, പറ, എണ്ണിപ്പറ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും നമ്മുടെയൊക്കെ സ്ഥിതി. കാരണം നമ്മൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാ. നമ്മൾ ചെയ്യേണ്ടത് നന്നായി എത്ര നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സമയത്തിൽ ഭൂരിഭാഗവും മറ്റുള്ളവരുടേത് നോക്കിയിട്ടല്ലേ പോണത്. അവനെന്ത് ചെയ്തു, അവളെന്ത് ചെയ്തു, എന്താ അവൾ അങ്ങനെ, എന്താ അവനങ്ങനെ, ഇത് നിരീക്ഷിച്ചിട്ടല്ലേ നമ്മുടെ സമയത്തിൽ ഭൂരിഭാഗവും പോണത്. ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ ചെയ്യാനുള്ളത് എന്തെന്നുറച്ച് നമ്മുടേതായ സൽക്കർമ്മങ്ങളെ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് നന്മയ്ക്കായി കൊണ്ട് പ്രാർത്ഥിക്കാം. അതാണ് യജത്രാഹ വയം അക്ഷഭിഹി ഭദ്രം പശ്യേമ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായ ഞങ്ങൾ കണ്ണുകളെ കൊണ്ട് നല്ലത് കാണുമാറാകണേ. വ്യക്തമാണല്ലോ ഇല്ലേ? കണ്ണുകളെ കൊണ്ട് നല്ലത് കാണുമാറാകണേ. അപ്പോൾ ഇവിടെ ശാന്തിമന്ത്രത്തിലെ ആദ്യത്തെ 2 പ്രാർത്ഥനകൾ നമ്മൾ ശ്രദ്ധിച്ചു. ചെവികളെ കൊണ്ട് ഭദ്രമായത് കേൾക്കട്ടെ എന്നും കണ്ണുകളെ കൊണ്ട് ഭദ്രമായത് കാണട്ടെ എന്നും. അവിടെ ഒരു ആന്തരികാർത്ഥം പറഞ്ഞു. ഈ നല്ല അനുഭവങ്ങൾ നേടാൻ സാധിക്കണമെങ്കിൽ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. എന്നാലേ നല്ലത് കേൾക്കാനും നല്ലത് കാണാനും പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമുള്ളൂ. ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്യാതെ നല്ലത് പ്രാർത്ഥിക്കുന്നതിലൊരർത്ഥമില്ല. സാമൂഹിക ജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും രാഷ്ട്രീയ ജീവിതത്തിലായാലും സാമാജിക ജീവിതത്തിലായാലും ഒക്കെ ഓർമ്മിക്കുക, ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്യാതെ അഥവാ ചെയ്യരുതാത്തത് ചെയ്തിട്ട് പിന്നീട് അയ്യോ ഇങ്ങനെയായിപ്പോയല്ലോ എന്ന് പറയുന്നതിലൊരു അർത്ഥമില്ല. അതുകൊണ്ട് സൽക്കർമ്മം ചെയ്യുന്നവർക്കേ നല്ലത് കാണാൻ അവസരം ഉണ്ടാവൂ എന്ന് ഓർമ്മിക്കുക. തുടർന്ന് ഭാഗം നമുക്ക് നാളെ ചിന്തിക്കാം. എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു, അതിനാണ് കൂടുതൽ സമയം നീക്കി വെക്കുക എന്നുള്ളത്. പക്ഷേ സന്ദർഭവശാൽ തിരിച്ചായിപ്പോയി. കൂടുതൽ സമയവും ഇത് പറഞ്ഞിട്ട് പോയി. പിന്നെ പ്രധാനമായിട്ട് നമ്മളൊരു ക്ഷേത്ര സംഗീതത്തിലാണല്ലോ ഒത്തുകൂടുന്നത്. ക്ഷേത്ര സംഗീതത്തിലാവുമ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കണം. അവിടുത്തെ ഭഗവാന്റെ ആചരണങ്ങൾ അവ സമയത്തിന് നടക്കണം, വ്യവസ്ഥാപിതമായി നടക്കണം, അതിന് പ്രാധാന്യം കൊടുക്കണം. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ അകത്ത് ചടങ്ങുകൾ നടക്കുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ പ്രസംഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം.
കാരണം ഇവിടെ ക്ഷേത്രത്തിൽ വന്നാൽ അതിനാണ് പ്രഥമ സ്ഥാനം കൊടുക്കേണ്ടത്. അത് വേണ്ടതുപോലെ വേണ്ട സമയത്ത് ഉണ്ടാവണം. ശരി, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാത്തതാരും ഉണ്ടാക്കണ്ട, ഉള്ളത് മൂടി വയ്ക്കുകയും വേണ്ട. അതിലുണ്ടെങ്കിലാവാം. അറിയുന്നതാണെങ്കിൽ പറയും. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണേ, എന്നാലേ ഈ സമയം ഉപയോഗിക്കാൻ പറ്റും. ഈ കേട്ടെണീറ്റ് പോയിട്ട് ഒരു കാര്യമില്ല, അത് മനസ്സിലാക്കുക. ഒരു പ്രയോജനമല്ല. പ്രപഞ്ചത്തിൻ്റെ താളം നിലനിർത്തുകയാണ് ധർമ്മത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ വികസനത്തിൻ്റെ പേരിൽ മലകളായ മലകളും വനപ്രദേശങ്ങളും നശിപ്പിക്കുന്നത് എങ്ങനെ കാണാൻ സാധിക്കും? ഇവിടെ വ്യക്തിക്കായാലും സമാജത്തിനായാലും അവശ്യ ഹിംസ കൂടാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ആ അവശ്യ ഹിംസ എത്ര കണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ നടക്കുമ്പോൾ ലക്ഷക്കണക്കിന് ജീവികൾ മരിക്കുന്നുണ്ട്. ഞാൻ വെള്ളം തിളപ്പിക്കുമ്പോൾ, ഞാൻ വെള്ളം കുടിക്കുമ്പോൾ കോടിക്കണക്കിന് സൂക്ഷ്മ ജന്തുക്കൾ മരിക്കുന്നുണ്ട്. ഞാൻ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ജീവികൾ മരിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഒരു ജീവിക്കും ഈ ലോകത്തിൽ നിലനിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അവശ്യ ഹിംസ കൂടാതെ ജീവിക്കാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ അതേ ഞാൻ എന്നിൽ നിന്ന് ഭിന്നമായി സന്തോഷമായി കഴിയുന്ന ഓരോ ജന്തുവിനെയും പോയി കൊല്ലാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് കൊല്ലുകയാണെങ്കിലോ, അത് അവശ്യ ഹിംസയല്ലാതെ ഹിംസയാണ്, പാതകമാണ്. ഈ അടിസ്ഥാനമായ കാഴ്ചപ്പാടിൽ ഇരുന്നു കൊണ്ട് വേണം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ചെയ്യുന്ന എല്ലാ വ്യാപാരങ്ങളെയും നോക്കിക്കാണാൻ. എല്ലാ ജീവികളുടെയും ജീവസന്ധാരണത്തിന് വേണ്ട വ്യവസ്ഥ ഈ പ്രകൃതിയിൽ സ്വതവേ ഉണ്ട്. ആ താളത്തിനനുസൃതമായിട്ട് നമ്മൾ ജീവിക്കുക വേണ്ടത്. ആ താളത്തിനനുസൃതമായിട്ട്. ഒരു മേഖലയിലുള്ളത് മറ്റൊരു മേഖലയിൽ ശരിയാവില്ല. എങ്കിലും ഒരു ദൃഷ്ടാന്തം പറയട്ടെ. ഇവിടെ ഒരു 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 റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥൻ വലിയൊരു സ്ഥലം ഏറ്റെടുത്ത് അവിടെ ഒരു 50 ഫ്ലാറ്റ് വയ്ക്കുന്നു എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ഒരു 50 വില്ല വയ്ക്കുന്നു എന്ന് വെച്ചോളൂ. അവനവിടെ 500 600 മരം മുറിച്ച് മാറ്റേണ്ടി വരും. അവനത് വയ്ക്കുന്നു. ഇതേ കാഴ്ച നമുക്ക് തൽക്കാലം അമേരിക്കയിലേക്ക് പോയിട്ട് കാണാം. അവിടെ ഇതേപോലെ യവൻ തന്നെ ഒരു വില്ല വയ്ക്കുകയാണ്. അവൻ 600 മരം മുറിക്കണമെങ്കിൽ 1800 വൃക്ഷത്തൈകൾ വേറെ നട്ട് പിടിപ്പിച്ച് അവ തളിർത്ത് വരുന്ന വീഡിയോ സമർപ്പിച്ച ശേഷം മാത്രമേ ഈ 600 എണ്ണം മുറിക്കാൻ പെർമിഷൻ കിട്ടൂ. അല്ലെങ്കിൽ കിട്ടില്ല. 1800 3 വൃക്ഷത്തൈകൾ വെട്ടി. അമേരിക്കയിൽ എല്ലാ സ്റ്റേറ്റിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഭൂരിഭാഗം സ്റ്റേറ്റിലും ഉണ്ട് ഇത്. എന്നിട്ട് ആ റിപ്പോർട്ട് സഹിതം പോയാലേ ഇയാൾക്ക് ഇത്ര വലിയൊരു ഒരു ഒരു റെസിഡൻഷ്യൽ യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റൂ. ശ്രീരാമനെ വനത്തിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി ഭരതൻ സസൈന്യം പോവുകയാണ്. എന്തിനാ സസൈന്യം പോകുന്നത്? തിരിച്ചു കൊണ്ടുവരേണ്ടത് അഭിഷേകം ചെയ്യപ്പെട്ട രാമനെയാണ്, മഹാരാജാവായ രാമനെയാണ്. അതുകൊണ്ട് സൈന്യം വേണം. അതുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെ റോഡ് നിർമ്മാണം തുടങ്ങി. വാൽമീകി രാമായണത്തിൽ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ റോഡ് നിർമ്മാണം തുടങ്ങി. 100 കണക്കിന് മരങ്ങൾ വെട്ടി നശിപ്പിച്ചു റോഡ് ഉണ്ടാക്കാൻ. പക്ഷേ വാൽമീകി മഹർഷി അവിടെ പറഞ്ഞിട്ടുണ്ട്, വൃക്ഷങ്ങളില്ലാത്ത പ്രദേശങ്ങളിൽ പുതിയ വൃക്ഷത്തൈകൾ നട്ട് പിടിപ്പിച്ചുകൊണ്ടാണ് ആ നിർമ്മാണം നടന്നതെന്ന്. ഈ സന്തുലിത ഭാവം സൂക്ഷിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ വ്യവഹാരങ്ങൾ നടക്കണം. അപ്പോൾ വികസനത്തിൻ്റെ പേരിൽ മലകളായ മലകൾ മുഴുവൻ പൊടിക്കുമ്പോൾ
അതിമാരകമായ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇത് പറയുന്ന സമയത്ത് ഈയിടെ നമ്മളെ വിട്ടുപോയ മഹാനായ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഗാഡ്ഗിലിനെ ഓർമ്മിക്കുക എല്ലാവരും. അദ്ദേഹം സഹ്യപർവ്വത നിരകളിൽ ഒരു മരവും മുറിക്കരുതെന്നോ ഒരു മലയും പൊട്ടിക്കരുതെന്നോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ സഹ്യനെ 3 ലെയേഴ്സായി വിഭജിച്ചു. അതിൽ നമ്പർ 1 ലെയറിൽ തൊടാൻ പാടില്ല മനുഷ്യൻ, അവിടെ ഒരു കുടിൽ പോലും കെട്ടാൻ പാടില്ല, അവിടുന്ന് ഒരു കല്ല് പോലും എടുക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചു. 2ാം ലെയറിൽ ചെറിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാവാം, പക്ഷേ ഒരു കാരണവശാലും ബഹുനില കെട്ടിടങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു. 1ാം ലെയറിൽ അത്യാവശ്യം നിങ്ങൾ പാറ പൊട്ടിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത് പ്രകൃതിയുടെ ഒരു ദോഹനത്തിൻ്റെ മനഃശാസ്ത്രമാണ്. ദോഹനത്തിൻ്റെ ഇവിടെ നിങ്ങൾ ഇതേ പാറ ഇവിടെ പൊട്ടിച്ചു വെച്ചാൽ അപ്പുറത്ത് ഈ പ്രകൃതി മാതാവ് പുതിയ പാറ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രകൃതി ലക്ഷക്കണക്കിന് കൊല്ലങ്ങളെ കൊണ്ട്, കോടിക്കണക്കിന് കൊല്ലങ്ങളെ കൊണ്ട് ഇപ്പൊ പൊടി മണ്ണായിരിക്കുന്ന സ്ഥലം ഹാർഡാവും, ഹാർഡ് റോക്കായി മാറും. ആ താളത്തിനനുസൃതമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ വീടുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ വിഷമാണ്. ഏറ്റവും കുറച്ച് ആഘാതം നൽകിക്കൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനം. റോഡ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ശരിയല്ല, നമുക്കാർക്കും ജീവിക്കാൻ പറ്റില്ല. റോഡ് വേണം, കെട്ടിടങ്ങൾ വേണം, എല്ലാം വേണം. പക്ഷെ എത്ര ആഘാതം കുറയ്ക്കാമോ അത്ര ആഘാതം കുറച്ചുകൊണ്ടായിരിക്കണം. ഇതിൽ പ്രത്യേകിച്ച് ഗൃഹനിർമ്മാണത്തിൽ പുതിയ കാഴ്ചപ്പാടുകളെ നമ്മൾ അവലംബിച്ചേ മതിയാവും. ഉദാഹരണം പറഞ്ഞാൽ അമേരിക്ക ആവട്ടെ, കാനഡ ആവട്ടെ, ഓസ്ട്രേലിയ ആവട്ടെ, യൂറോപ്പ് ആവട്ടെ, അവിടുത്തെ വീട് നിർമ്മാണത്തിൽ എത്ര വലിയ വീടാണെങ്കിലും ഏറി വന്നാൽ 1 or 2 ലോഡ് മെറ്റൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്, ബേസ്മെന്റിന് മാത്രം. അത്രയ്ക്കേ സിമെന്റ് ഉപയോഗിക്കുന്നുള്ളൂ, വേറെ സിമെന്റ് ഉപയോഗിക്കുന്നില്ല, മെറ്റൽ ഉപയോഗിക്കുന്നില്ല. അതുതന്നെ പുതിയ സങ്കേതമനുസരിച്ച് ബേസ്മെന്റ് മുഴുവൻ ഉണ്ടാക്കണില്ല, ഈ പില്ലർ വരുന്ന സ്ഥലത്ത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി മുഴുവൻ ബോർഡുകളും മരവുമാണ് ഉപയോഗിക്കുന്നത്, മുഴുവൻ. ചിലർ ചോദിക്കും, സ്വാമി വിഡ്ഢിത്തരം പറഞ്ഞു, ഞങ്ങൾ ധാരാളം കാണുന്നുണ്ടല്ലോ 10-100 നില കെട്ടിടങ്ങൾ അമേരിക്കയിലൊക്കെ. തീർച്ചയായിട്ടും ഉണ്ട്. ഡൗൺ ടൗണുകളിൽ മാത്രം, ഓരോ സിറ്റിയുടെയും മെയിൻ സിറ്റി സെന്ററിൽ മാത്രമാണ് ബഹുനില കെട്ടിടങ്ങളുള്ളത്. വേറൊരു സ്ഥലത്തുമില്ല. അമേരിക്കയിൽ ഉടനീളം, കാനഡയിൽ ഉടനീളം, ഓസ്ട്രേലിയയിൽ ഉടനീളം സഞ്ചരിച്ചിട്ടാണ് പറയുന്നത്, വെറുതെ പറയല്ല. സിറ്റി സെൻറ്റേഴ്സിൽ വലിയ കെട്ടിടങ്ങളുണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. ബാക്കി എത്ര കോടീശ്വരൻ്റെ വീടായാലും 1 നില 2 നില എല്ലാം മരം കൊണ്ട് ഉപയോഗിച്ചതാണ്. എന്ത് മനോഹരങ്ങളായ വീടുകളാണ്. നിർമ്മാണ ചെലവ് എത്ര കുറവാണ്. നിർമ്മാണ ചെലവ് വളരെ കുറവ്. മാക്സിമം ഒരു 2 മാസം കൊണ്ട് വലിയൊരു വീടിൻ്റെ പണി കഴിയും. പക്ഷെ നമ്മളിവിടെ ചെറിയൊരു മുറി ഉണ്ടാക്കണമെങ്കിൽ പോലും ഒരു വലിയ മല അടിച്ച് പൊട്ടിച്ച് അതിൻ്റെ കോൺക്രീറ്റ് കൊണ്ടിടും. എന്നിട്ടോ ചുട്ടുപൊള്ളിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല എന്നും പറയും. അപ്പം അതുകൊണ്ട് ഗൃഹനിർമ്മാണ വിഷയത്തിലും മറ്റും നമ്മുടെ കാഴ്ചപ്പാടുകളൊന്നും മാറണം. ഇത് 1-2 വിചാരിച്ചാൽ സാധിക്കില്ല. ഇപ്പോൾ ഒരാൾ വിചാരിച്ചിട്ട് ഇവിടെ ബോർഡ് ഹൗസ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ, ഒരു മരത്തിൻ്റെ വീടുണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ അയാൾക്ക് നിർമ്മാണ ചെലവ് താങ്ങാനാവില്ല. നേരെ മറിച്ച് സമൂഹം ആ വിഷയത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ വ്യവസ്ഥാമാറ്റം മറ്റ് രാജ്യങ്ങളിലുള്ളതുപോലെ ഇവിടെയും സംഭവിക്കും.
ജനങ്ങളുടെ ആരോഗ്യം കൂടും, പ്രകൃതി ചൂഷണം കുറയും, നിർമ്മാണ ചെലവ് കുറയും. ഇതിനുള്ള മാറി ചിന്തിക്കലിന് സമൂഹത്തിന് പ്രേരണ നൽകണം. ചിലർ പറയും, സ്വാമി മഴ കൂടിയ സ്ഥലത്തൊന്നും പറ്റില്ല, വെറുതെ വിചാരിക്കുകയാണ്. ഏറ്റവും ആഘാതം കുറഞ്ഞ നിർമ്മാണ ശൈലികൾ നമ്മൾ അവലംബിക്കണം. അതുകൊണ്ട് ഒട്ടും മല ഇടിക്കരുതെന്ന് പറയാൻ എനിക്ക് അധികാരമില്ല, നമുക്ക് ആർക്കും അധികാരമില്ല. കാരണം നമ്മളൊക്കെ അത്തരം വീടുകളിൽ താമസിക്കുന്നവരാണ്, അത്തരം നിർമ്മാണ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നവരാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് ട്രെയിനിന് യാത്ര ചെയ്തിട്ടാണ് മാരാരിക്കുളത്ത് ചേർത്തല ഇറങ്ങിയത്. ചേർത്തല ഇറങ്ങിയപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാൾ അവിടെ വന്ന് കൂട്ടിക്കൊണ്ടുവന്നതാണ്. ആ ട്രെയിൻ ഓടണമെങ്കിൽ തീർച്ചയായിട്ടും ട്രെയിനിൻ്റെ ആ 2 റെയിൽപാളങ്ങളുടെ ലോഡ് ശരിക്ക് അബ്സോർബ് ചെയ്യാനുള്ള മെറ്റൽ റെയിൽവേ ട്രാക്കിൽ വേണം, ഇല്ലെങ്കിൽ പറ്റില്ല. പാറ പൊട്ടിക്കരുത് പറഞ്ഞിട്ട് എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ തിരിച്ച് ഞാൻ റോഡിലാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ റോഡ് ഉണ്ടാക്കണമെങ്കിൽ മെറ്റൽ വേണം. റോഡ് അല്പം പൊട്ടിപ്പൊളിഞ്ഞതായ അപ്പം ഞാൻ സർക്കാരിനെ കുറ്റം പറയും. അതുകൊണ്ട് പ്രായോഗികമായൊരു സമീപനം എന്നുള്ളത് അവിടെയാണ് ദോഹനം എന്ന കാഴ്ചപ്പാട്. പരമാവധി ആഘാതം കുറച്ചുകൊണ്ടുള്ള സങ്കേതങ്ങളെ പുതുതായി കണ്ടെത്തുകയും ആ പരിവർത്തനങ്ങളെ സമാജം ഉൾക്കൊള്ളുകയും വേണം. തീർച്ചയായിട്ടും ഈ ദിശയിൽ ധാരാളം ചിന്തകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ സർക്കാർ ഉദാഹരണത്തിന് നമ്മുടെ ഉപയോഗിക്കുന്ന പെട്രോളിൽ തന്നെ 10% ഒക്ടേൻ ചേർത്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന പെട്രോള് 90% ഉള്ളൂ ഇപ്പോൾ പെട്രോളിയം, 10% ഒക്ടേനാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ആ ആഘാതം കുറച്ച് കൊണ്ടുവരാം. സസ്യോൽപ്പന്നങ്ങളിലേക്ക് പോകുന്നു. അതേ നമുക്ക് സാധിക്കൂ. സിദ്ധാന്തം കുറേ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, പ്രായോഗികമായിരിക്കണം. പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പരമാവധി ഈ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന പ്രവർത്തനം ചെയ്യുക. ഈ കൂട്ടത്തിലുള്ളവരോടൊന്ന് മാത്രം പറയട്ടെ, നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ എത്ര രൂപ അതിന് നീക്കി വയ്ക്കുന്നുണ്ട്? കടം വാങ്ങിയിട്ടാണെങ്കിലും കയ്യിലുള്ളതാണെങ്കിലും അതിൽ 1% പൈസ, 1% ഞാൻ ചോദിക്കുന്നുള്ളൂ. വെള്ളം ഭൂമിക്ക് തിരിച്ചു കൊടുക്കാൻ ഉപയോഗിച്ചുകൂടെ? ഒരു തുള്ളി വെള്ളം പോലും എൻ്റെ പറമ്പിൽ നിന്ന് കടലിലേക്ക് പോവില്ല. അത് റീചാർജ് ചെയ്യാൻ ഉപയോഗിക്കും എന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്തൂടെ? ഈ വരുന്ന മഴക്കാലത്തെങ്കിലും ഒരു 10 വൃക്ഷത്തൈകൾ നമുക്ക് വെച്ച് പിടിപ്പിച്ചൂടെ? ചോദ്യമാണ്. അങ്ങനെ ഓരോ വ്യക്തിയും ഹൃദയത്തിൽ നിന്ന് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാമെങ്കിൽ വലിയ പരിവർത്തനം നമുക്ക് വരുത്താൻ കഴിയും. എന്നാലും ഇന്നത്തെ ഒരു ജീവിതക്രമത്തിൽ പരിസ്ഥിതിക്ക് ആഘാതം കൊടുക്കാതിരിക്കുക എന്നുള്ളത് സാധിക്കില്ല. മിനിമം ആഘാതമാക്കുക എന്നുള്ളതേ സാധിക്കുള്ളൂ. മറ്റത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ ഒത്തുകൂടിയിരിക്കുന്ന ചുറ്റുപാടിൽ തന്നെ എത്ര മഹായുദ്ധങ്ങളാണ് നടക്കുന്നത്, എത്ര മഹായുദ്ധങ്ങളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം പരിസ്ഥിതിക്ക് ആഘാതം ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പരമാവധി കുറയ്ക്കുക, അത്രേ പറയാൻ പറ്റൂ. വനപ്രദേശങ്ങൾ നശിപ്പിക്കുന്നത് അത്യപകടം. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതിനനുസരിച്ച് വൃക്ഷത്തൈകളും വള്ളിപ്പടർപ്പുകളുമൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഈയൊരു കൂട്ടത്തിൽ കുടുംബപരമായിട്ട് തറവാട്ട് വകയിലൊക്കെ ഒരു 1/2 ഏക്കർ ഭൂമിയുള്ള ആൾക്ക് ഒരു 5 സെൻറ്റെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം വള്ളിപ്പടർപ്പ് വൃക്ഷങ്ങളും ഉണ്ടാക്കാം. അതുകൊണ്ട് ഒരിക്കലും നഷ്ടം വരില്ല. 50 സെൻറ്റ് കൃഷി ചെയ്യുന്നതിന് പകരം 45 സെൻറ്റ് കൃഷി ചെയ്യൂ. 5 സെൻറ്റ് ഒരു കൃഷിയും ചെയ്യാതെ വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുമായിട്ട് വെച്ചേക്കൂ. ഈ 45 സെൻറ്റിലേക്കുള്ള വെള്ളവും അവിടുന്ന് കിട്ടും. അവിടെയുള്ള വന്നു ചേരുന്ന ചെറിയ സൂക്ഷ്മ ജീവികളിലൂടെ
ഈ ബാക്കിയുള്ള 45 സെൻറ്റിലും പരാഗണം നടന്ന് നല്ല ഫലങ്ങളുണ്ടാവും. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആഘാതം പരമാവധി കുറയ്ക്കുക നമ്മുടെ പരിശ്രമത്തിലൂടെ. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അടിസ്ഥാനമായി വേണ്ട ഉപാസനകളും കർമ്മങ്ങളും പകർന്നു തരുവാനുള്ള സാഹചര്യങ്ങളില്ല. തീർച്ചയായിട്ടും ഇല്ല. ഹിന്ദു സമൂഹം അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നു. തീർച്ചയായിട്ടും ഏറ്റവും അധികം അനുഭവിക്കുന്നത് ഹിന്ദു സമൂഹമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ വിഷയത്തിൽ ലവലേശം വിട്ടുവീഴ്ച ചെയ്യാതെ ഇസ്ലാമിക ക്രിസ്തീയ സമൂഹങ്ങൾ ഇവിടെ നിലകൊണ്ടിട്ടുണ്ട്. അവർ മതപഠന ക്ലാസ്സുകൾ, മദ്രസകൾ, ദർസുകൾ, സൺഡേ ക്ലാസ്സുകൾ തുടങ്ങിയവയ്ക്ക് ഒരു കോട്ടവും തട്ടാതെ സംരക്ഷിച്ചിട്ടുണ്ട്. അവരെ അതിൽ അഭിനന്ദിക്കണം. എന്നാൽ ഹിന്ദു എന്ന് പറയുന്നവനോ ഇതിനെയൊക്കെ ആദ്യം തന്നെ അങ്ങ് ഉപേക്ഷിച്ചു. അതുകൊണ്ട് തീർത്തും അനാരോഗ്യകരമായ അസന്തുലിത ഭാവം ഈ വിഷയത്തിൽ ഹിന്ദു സമൂഹം അനുഭവിക്കുന്നുണ്ട്. ആരാണ് കുറ്റക്കാർ? നമ്മളാണ് കുറ്റക്കാർ. ആരാണ് തിരുത്തേണ്ടത്? നമ്മളാണ് തിരുത്തേണ്ടത്. വേറെ ആരെയും കുറ്റം പറയരുത്. ഇത് നമ്മൾ ഒത്തുകൂടുന്ന ഫെബ്രുവരി മാസം, കഴിഞ്ഞ ഫെബ്രുവരി മാസം അല്ലെങ്കിൽ ജനുവരി, അതായത് ഒരു വർഷം മുമ്പ് ഉണ്ടായൊരു സംഭവമാണ് പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള ഒരു ഗ്രാമം, ഒരു സുഗ്രാമം, അവിടെ വളരെ പ്രാചീനമായി ക്ഷയിച്ച് കിടന്ന ഒരു ക്ഷേത്ര സങ്കേതം ജനങ്ങൾ ഒത്തൊരുമിച്ച് പുനരുദ്ധരിക്കാനുള്ള പരിശ്രമം തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. പല പല കാരണങ്ങളെ കൊണ്ട് നീണ്ടുപോയി. ഏതായാലും അവർ ആ പുനരുദ്ധാരണത്തിൻ്റെ ഏകദേശം പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ ആ പ്രവർത്തകർ ആശ്രമത്തിൽ വന്നു. സ്വാമി ഇത്രാം തീയതി ഒന്ന് വരണം ക്ഷേത്രത്തിൽ. ഞാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞ സമയമൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. ആദ്യം നോക്കിയത് സന്ധ്യയ്ക്കാണ്, വയ്യ. എന്നാൽ സന്ധ്യയ്ക്ക് തീരണ പോലെ വയ്യ. എന്നാലും രാവിലെ ഒരു 10 മണിക്ക് വയ്യ. ഒക്കെ നമ്മൾ വേറെ തിരക്കിലാണ്. അപ്പോൾ അവർ പറഞ്ഞു, സ്വാമി എപ്പോഴാണെങ്കിൽ വരും, ഒന്ന് കാല് വെക്കണം അവിടെ, അത്രയേ വേണ്ടു ഞങ്ങൾക്ക്. അപ്പോൾ നോക്കിയപ്പോൾ രാവിലെ 5:30 വന്നാലോ? ഓ അത് മതി സ്വാമി, സന്തോഷം. അങ്ങനെ നമ്മൾ ആശ്രമത്തിന് പോയി. ഞാൻ വിചാരിക്കണത് പ്രസിഡൻറ്റ്, സെക്രട്ടറി 1-2 പേരുണ്ടാവുന്ന. രാവിലെ 5:30 ചെന്ന് നോക്കിയപ്പോൾ 10-700 പേരുണ്ട്. സന്യാസിയെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക. 700-ലധികം പേരുണ്ട്. ശരി, അവിടെ അല്പം ചെറുതൊക്കെ പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു 400-ലധികവും അമ്മമാരാണ്, സ്ത്രീദേഹങ്ങളാണ്. അവർ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് 2 ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ്, 2നും നിങ്ങൾ ഉത്തരം പറയണം. തയ്യാറല്ലേ? എല്ലാവരും പറഞ്ഞു തയ്യാറാണ്. ഒന്നാമത്തെ ചോദ്യം വളരെ ലളിതമാണ്. ഈ ഇരിക്കുന്ന അമ്മമാരിൽ എന്തുകൊണ്ട് സ്വാമി അമ്മമാരെ മാത്രം വേർതിരിച്ചു എന്നാണെങ്കിൽ, അമ്മയാണ് നമ്മുടെ ഒന്നാമത്തെ ഗുരു, അമ്മയാണ് നമ്മുടെ ഒന്നാമത്തെ ദൈവം. അതുകൊണ്ടാണ്, അല്ലാണ്ട് പുരുഷന്മാരോട് അവഗണനയോ അവജ്ഞയോ ഉണ്ടായിട്ടല്ല. ഈ ഇരിക്കുന്ന അമ്മമാരിൽ ഒരു 45 വയസ്സ് കഴിഞ്ഞവരോടാണ് ചോദ്യം. നിങ്ങൾ കൊച്ചു കുട്ടികളായ സമയത്ത് എത്ര പേര് അമ്മയിൽ നിന്ന്, അമ്മമ്മയിൽ നിന്ന്, അച്ഛമ്മയിൽ നിന്ന്, മുത്തശ്ശിയിൽ നിന്ന് ധാർമ്മിക പ്രബോധനം നൽകുന്ന കഥകൾ കേട്ട് വളർന്നിട്ടുണ്ട്? 300-400 പേര് കൈപൊന്തിച്ചു. എന്നുവെച്ചാൽ അർത്ഥം, ഞങ്ങൾ കൊച്ചുകുട്ടിയാവുമ്പോൾ മുതിർന്നവരിൽ നിന്ന് ധാർമ്മിക കഥകൾ കേട്ടിട്ടാണ് വളർന്നത് എന്ന്. വളരെ സന്തോഷം. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ 2ാമത്തെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. പക്ഷേ അത് ചോദിക്കുന്നതിന് മുമ്പ് ഒരു മന്ത്രം നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ മന്ത്രം ചൊല്ലി കേൾപ്പിച്ച ശേഷമേ 2ാമത്തെ ചോദ്യം ചോദിക്കൂ. മന്ത്രം ഇതാണ് എന്ന് പറഞ്ഞ് പ്രശ്നോപനിഷത്തിലെ ഒരു മന്ത്രമാണ് അവർക്ക് ചൊല്ലിക്കേൾപ്പിച്ചത്. സമൂലോ വാ ഏഷ പരിശുഷ്യതി യോ നിർദമഭിവദതി. ആരാണോ നുണ പറയുന്നത്, അസത്യം പറയുന്നത്, അയാൾ വേരോടുകൂടെ ഉണങ്ങിപ്പോകും എന്നാണ്. അർത്ഥം മനസ്സിലായില്ലോ?
കൊമ്പുണങ്ങും, രണ്ടാമതും തൊഴുക്കാം. ശാഖ ഉണങ്ങിയാൽ രണ്ടാമതും തൊഴുക്കാം. എന്തിന്? മുഖ്യ കാണ്ഡം ഉണങ്ങിയാൽ പോലും രണ്ടാമതും തൊഴുക്കാം. പക്ഷെ വേരോടുകൂടെ ഉണങ്ങിയാലോ പിന്നെ തഴുക്കില്ല. അതാണ്. അപ്പോൾ ആരാണോ ജീവിതത്തിൽ നുണ പറയുന്നത്, അസത്യം പറയുന്നത്, അയാൾ വേരോടുകൂടെ ഉണങ്ങിപ്പോകും. ഇതാണ് മന്ത്രം. ഇനി ഞാൻ നിങ്ങളോട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. ഇങ്ങനെ അമ്മയിൽ നിന്ന്, അച്ഛമ്മയിൽ നിന്ന്, അമ്മമ്മയിൽ നിന്ന്, മുത്തശ്ശിയിൽ നിന്ന് കേട്ട നിങ്ങൾ എത്ര പേര് പുതിയ തലമുറയ്ക്ക് ദിവസവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്? അവിടെ ഉയർന്ന കൈകൾ 3 കൈകളാണ്. ഒരുപക്ഷെ ഈ മന്ത്രം ചൊല്ലി കേൾപ്പിച്ചില്ലായിരുന്നെങ്കിൽ 400 കൈകളും ഉയരുമായിരുന്നോ? എനിക്കറിയില്ല. അറിയാത്തതിനെക്കുറിച്ച് അഭിപ്രായം പറയില്ല. പക്ഷേ ഈ മന്ത്രം ചൊല്ലി കേൾപ്പിച്ചത് കൊണ്ട് അയ്യോ കള്ളം പറഞ്ഞോടല്ലോ, എന്തായി? 3 കയ്യാ പൊന്തിയത്. ആലോചിച്ച് നോക്കൂ, നമ്മളെവിടെ ഇരിക്കുന്നു? നമ്മളെവിടെ ഇരിക്കുന്നു? അമ്മയിൽ നിന്ന്, അമ്മമ്മയിൽ നിന്ന്, അച്ഛമ്മയിൽ നിന്ന്, മുത്തശ്ശിയിൽ നിന്ന് ധർമ്മപാഠം കേട്ട് വളർന്ന ഒരമ്മ 400 അമ്മമാരിൽ നിന്ന് 3 പേരാണ് അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുന്നത്. 1% പോലും ഇല്ല. പിന്നെ നമ്മൾ എന്ത് ധാർമ്മികമായിട്ട് ഉയരാനാ? ചിന്തിക്കും. അതുകൊണ്ട് തെറ്റ് നമ്മുടേതാണ്. തിരുത്തേണ്ടത് നിസ്സംശയം പറയാം നമ്മളാണ്. ഹിന്ദു സമൂഹം അതിന് ദുരന്തം അനുഭവിക്കുന്നത്. എന്താണ് പരിഹാരമായി ഉപദേശിക്കാനുള്ളത്? പരിഹാരം ഒന്ന് മാത്രം. മറ്റാരിലേക്കും നോക്കണ്ട, മറ്റാരെയും കുറ്റം പറയണ്ട. പകരം നമ്മുടെ ഗൃഹങ്ങളാവുക. നമ്മുടെ കുടുംബങ്ങളിൽ ചെയ്യേണ്ടുന്ന ധാർമ്മിക ആചരണങ്ങൾ നമ്മൾ പുലർത്തുക. അവൻ ചെയ്യുന്നുണ്ടോ അവൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണ്ട, ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ദിവസവും അച്ഛനമ്മമാര് സന്ധ്യാസമയത്തെങ്കിലും ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുന്നത് കുട്ടികൾ കാണണം. ദിവസവും നമ്മൾ നമ്മുടെ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുന്നതും ആദരിക്കുന്നതും നമ്മുടെ കുട്ടികൾ കാണണം. ദിവസവും നമ്മൾ മറ്റു ജന്തുക്കളെ സ്നേഹിക്കുന്നതും നമ്മളാൽ കഴിയുന്ന പങ്ക് സമർപ്പിക്കുന്നതും നമ്മുടെ കുട്ടികൾ കാണണം. ദിവസവും നമ്മുടെ വീടുകളിൽ അല്പമെങ്കിലും ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കുക എന്നുള്ളതും അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുക എന്നുള്ളതും ഉണ്ടാവണം. ദിവസവും നമ്മൾ അല്പമെങ്കിലും ഈ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി സേവ ചെയ്യുന്നത് നമ്മുടെ മക്കൾ കാണണം. വലിയ വലിയ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാതെ, ഉപദേശിക്കണം ആദ്യം നിർത്തുക. കുട്ടികൾ മടുത്തിരിക്കുക ഉപദേശങ്ങൾ കേട്ടിട്ട്. അമ്മേൻ്റെ വക ഉപദേശം, അച്ഛൻ്റെ വക ഉപദേശം, അവൻ്റെ വക, ഇവൻ്റെ വക. എന്നാൽ ഈ ഉപദേശിക്കണം വല്ലതും ചെയ്യുന്നുണ്ടോ? അതൊട്ടില്ലേ. അതുകൊണ്ട് കുട്ടികളെ ഉപദേശിക്കണ ദയവ് ഇത് നിർത്തുക. ചെയ്ത് കാണിക്കുക, മാതൃക കാണിക്കുക. എങ്കിൽ ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാം. ഇപ്പോൾ പ്രതിപാദിച്ച ശാന്തിമന്ത്രം അനുസരിച്ച് ഭരണരംഗത്തുണ്ടാകുന്ന അധാർമികത കാണരുത്, കേൾക്കരുത്, അതിനെ പ്രതികരിക്കരുത് എന്ന് വരികയില്ല. അതുകൊണ്ടാണ് വ്യക്തമായി പറഞ്ഞത്, ഭദ്രം പശ്യേമ അക്ഷഭിർയജത്രാഹ, സൽക്കർമ്മം ചെയ്യുന്നവരായ ഞങ്ങൾ നല്ലത് കാണുമാറാകട്ടെ. സ്വയം സൽക്കർമ്മം ചെയ്യണം. ധർമ്മബോധമുള്ളവരെ തെരഞ്ഞെടുത്ത് അയക്കണം. ഇലക്ഷൻ സമയത്ത് അവരും ഇവരും മോഹന വാഗ്ദാനങ്ങളുമായി, മനോഹര പദാവലികളുമായി വീട്ടിൽ വന്ന് ബന്ധപ്പെടുമ്പം വീണു പോവരുത്. അവരുടെ ചെയ്തികൾ എന്താണെന്ന് വിലയിരുത്തണം. ധർമാനുസാരിയാണോ അല്ലയോ? അങ്ങനെ സൽക്കർമ്മം ഞാൻ ചെയ്താലേ എനിക്ക് നാളെ സദനുഭവം ഉണ്ടാവുള്ളൂ. ആ സൽക്കർമ്മം ചെയ്യേണ്ടത് ഈ ചോദ്യത്തിനനുസരിച്ച് പറഞ്ഞാൽ വോട്ടിങ്ങിലൂടെയാണ്. അതാണ് സൽക്കർമ്മം അവിടെ ചെയ്യേണ്ടത്. വ്യക്തമായ കാഴ്ചപ്പാട് വേണം. ഞാൻ ഇന്നലെകളിൽ വോട്ട് ചെയ്തവർ എനിക്ക് എന്ത് അനർത്ഥം ഉണ്ടാക്കി തീർത്തു. ക്ഷേത്ര സങ്കേതങ്ങൾ പോലും
കൊള്ളയുടെ കേന്ദ്രങ്ങളായി മാറി. നമ്മളിരിക്കുന്നത് ഒരു മഹാക്ഷേത്ര സന്നിധിയിലാണ്. ഇവിടെ വരുമ്പോൾ എന്തൊരു സുഖമുണ്ട്. ഇവിടെ കൃത്യമായി ചടങ്ങുകൾ നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത് മറ്റു സ്ഥലങ്ങളിലും ഉണ്ടായേക്കാം. പക്ഷേ ഇവിടെ കേന്ദ്രീകരിച്ച് നമ്മുടെ ധർമ്മോദ്ധാരണത്തിന് വേണ്ട വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇത് നമ്മുടെ പ്രവർത്തനമാണ്, ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം. ഇതേ സമയത്ത് ദേവസ്വം ബോർഡിലാണെങ്കിലോ ധർമ്മവിരുദ്ധങ്ങളായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. മോഷണത്തിൻ്റെയും കൊള്ളയുടെയും കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു. പിന്നെ അവിടെ പോയി പണം കൊണ്ടിടും. അപ്പോൾ സൽക്കർമാണോ ദുഷ്കർമാണോ? മോഷ്ടിക്കുന്ന ഭരണവ്യവസ്ഥയ്ക്ക് വീണ്ടും പണം കൊടുത്താൽ ദുഷ്കർമാണോ സത്കർമാണോ? ചോദ്യം ദുഷ്കർമാണ്. അതുകൊണ്ട് ഇപ്പോൾ ശബരിമലയിൽ പോയിട്ട് ഭണ്ണാരത്ത് പൈസ കിട്ടാൽ ദുഷ്കർമാണെന്ന് ഞാൻ പറയും. അവിടെ ഒരു കടലാസിൽ സ്വാമിയെ ശരണയ്യപ്പാന്ന് എഴുതിയിട്ട് ഭണ്ണാരത്തിലിടുക. അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ് ഓഡിറ്റ് ചെയ്ത് സത്യസന്ധമായി ഓഡിറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യട്ടെ ന്യൂസ് പേപ്പറിൽ. ഫുൾ ഓഡിറ്റിംഗ് നടന്നിട്ട് വർഷങ്ങൾ എത്ര കഴിഞ്ഞു? ദേവസ്വം ബോർഡിൻ്റെ ഓഡിറ്റിംഗ് കഴിഞ്ഞിട്ട് വർഷങ്ങൾ എത്രയായി? സാമാന്യ ബുദ്ധി നമുക്ക് വേണം. ഒരു പബ്ലിക് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ ഇത് പബ്ലിക് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യാൻ ബാധ്യതയില്ല. കാരണം ഇത് പ്രാദേശികമായി സജ്ജനങ്ങൾ ചേരുന്നതാണ്. പക്ഷേ ഇവിടുത്തെ സജ്ജനങ്ങളുടെ മുമ്പാകെ ഇവിടുത്തെ കണക്ക് ബോധിപ്പിക്കാൻ ഇതിൻ്റെ ഭരണവ്യവസ്ഥയ്ക്ക് ബാധ്യതയുണ്ട്. ചിന്തിക്കുക. അതുകൊണ്ട് കൊള്ളയുടെ കേന്ദ്രങ്ങളായി വധപതിക്കുമ്പോൾ അതിന് അനുകൂലം നിൽക്കേണ്ട കാര്യമില്ല. നല്ലപോലെ ആലോചിച്ച് മാത്രമാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അതിന് വിരുദ്ധമല്ല ഈ ശാന്തി മന്ത്രം. അതുകൊണ്ട് ഭദ്രം പശ്യേമ അക്ഷഭിർ യജത്രാഹ എന്നുള്ള മന്ത്രം നല്ലപോലെ അനുസന്ധാനം ചെയ്യുക എന്ന് മാത്രം പറയുന്നു. അതുകൊണ്ട് പ്രതികരണശേഷി ഇല്ലാതെ ഒന്നിനും കൊള്ളാത്ത ജഡങ്ങളായിരിക്കാൻ വേദം പറയുന്നില്ല. അത് നമ്മൾ വേദത്തെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ്. വേണ്ടതുപോലെ മനസ്സിലാക്കി പ്രതികരിക്കാനാണ് വേദം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. അതിന് സമ്യക്കായി വേദപഠനം നടത്തുക എന്ന മാത്രം. ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇപ്പോൾ മനുഷ്യൻ ഏകദേശം 20 മിനിറ്റേ കിട്ടുന്നുള്ളൂ എന്ന സത്യം മനസ്സിലാക്കുന്നു. ഇപ്പോൾ പൊതുവെ അങ്ങോട്ടാണ് പോണത്. എല്ലാവർക്കും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പൊതുവേ നമ്മുടെ സമൂഹത്തിൽ 20 മിനിറ്റിലധികമൊന്നും അറ്റൻഷൻ സ്പാൻ ഇല്ല. പിന്നെ എടുത്ത് മൊബൈലെടുത്ത് നോക്കി, അങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, പിന്നെ നോക്കി, ഇങ്ങനെയൊക്കെ കളിക്കും. പൊതുവെ ഈ സമയം കൂട്ടുന്നതിനായി നാം എന്തെല്ലാം ചെയ്യാം? പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ് ദിവസവും സ്വാധ്യായം ചെയ്യുക, ജപം ചെയ്യുക. അല്പമെങ്കിലും ജപം. കുട്ടികളെ സംബന്ധിച്ച് ശ്ലോകങ്ങൾ, സ്തോത്രങ്ങൾ, കീർത്തനങ്ങൾ, വേദമന്ത്രങ്ങൾ തുടങ്ങിയവ ആവുന്നത് നമ്മൾ പകർന്നു നൽകുക സ്നേഹത്തോടെ. നിർബന്ധിച്ച് പിടിച്ചിരുത്തി പഠിപ്പിക്കരുത്. അവരിതിനെ വെറുക്കുന്നവരാകും. നിർബന്ധിച്ച് പിടിച്ചിരുത്തി പഠിപ്പിച്ചാൽ അവർ നാളെ ഒരു 12-13 വയസ്സായാൽ ഇതിന് നേരെ വിപരീതം പ്രവർത്തിക്കുന്നവരായി മാറും. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ചെയ്യരുത്. ഇതിൻ്റെ മഹിമ മനസ്സിലാക്കിച്ച് സ്നേഹത്തിൻ്റെ രീതിയിൽ ആകർഷിച്ച് അവയെ പകർന്നു നൽകുക. പൂജകൾ, ഹോമങ്ങൾ, കീർത്തനങ്ങൾ, മന്ത്രജപങ്ങൾ, സൽക്കർമാചരണങ്ങൾ എല്ലാം മനുഷ്യൻ്റെ ബുദ്ധിയുടെ ഏകാഗ്രതയെ വർദ്ധിപ്പിക്കും. വളരെ ഗുണപ്രദമായ മറ്റൊന്ന് പറയട്ടെ, സംസ്കൃത ഭാഷാ പഠനം. സംസ്കൃത ഭാഷ അത്യദ്ഭുതമാണ്, മഹാത്ഭുതമാണ്. സംസ്കൃത ഭാഷ പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ അപഗ്രഥന പാടവം കൂടും. ഒന്നിനെയും നമ്മൾ ഇവനെ കണ്ണുപൂട്ടി വിശ്വസിക്കില്ല. ഒന്നിനെയും. ആര് ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണുപൂട്ടി വിശ്വസിക്കില്ല. എല്ലാത്തിനെയും അപഗ്രഥിച്ച് പഠിക്കും. കാരണം ധാതു, പ്രത്യയ, ഉപസർഗ, പ്രവൃത്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തിനെ കിട്ടിയാലും മുറിച്ചു വെക്കുന്നൊരു ശീലം വരും. അപഗ്രഥിച്ച് മനസ്സിലാക്കും. പിന്നെ
കുട്ടികൾക്ക് കഴിയുന്നതും പദ്യങ്ങൾ പഠിപ്പിക്കുക. സംസ്കൃതമല്ലേ, മലയാളമാണോ ഇംഗ്ലീഷാണോ ഹിന്ദിയാണോ ഏതായിക്കോട്ടെ, പദ്യങ്ങൾ പഠിപ്പിക്കുക. അതായത് പദ്യത്തിൽ നമുക്ക് അർത്ഥം ലഭിക്കുന്നത് ഒരു ശ്ലോകത്തെ ചേർത്ത് വെച്ച് ഘടിപ്പിക്കുമ്പോഴാണ്. ക്രിയാപദം എവിടെയാണ് ഉണ്ടാവുക? ഇപ്പോൾ സാധാരണ നമ്മൾ ഗദ്യത്തിൽ പറയുമ്പോൾ ഗദ്യം ഗുണകരമാണ്, പെട്ടെന്ന് ആശയവിനിമയം നടക്കുന്നുള്ളതാണ് ഗദ്യത്തിൻ്റെ ഗുണം. പക്ഷേ അതിൻ്റെ ദോഷം എന്താ വെച്ചാൽ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ട് ക്രിയാപദം എപ്പോഴും ചേർന്ന് വരും. ഞാൻ അവിടെ പോയി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഞാൻ അവിടെ പോയി എന്ന്. പദ്യമാകുമ്പോൾ ചിലപ്പോൾ പോയി എന്നുള്ളത് എവിടെയോ ആയിരിക്കും ഉണ്ടാവുക. നാലാമത്തെ വരി എടുക്കുമ്പോഴേ അർത്ഥം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ കേട്ട ആശയങ്ങളെ ഈ കേൾക്കുക എന്നുള്ളതൊരു സയൻസും കലയുമാണല്ലോ, ശാസ്ത്രവും കലയുമാണ്. ദ ആർട്ട് സയൻസ് ഓഫ് ഹിയറിംഗ് ഒരു പ്രയോഗമുണ്ട്. അത് സയൻസുമാണ് ആർട്ടുമാണ്. അപ്പോൾ കേൾക്കുമ്പോൾ അത് ഒതുക്കി വയ്ക്കുന്നൊരു ശീലം വളരെ സങ്കീർണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും നമ്മൾ പദ്യങ്ങൾ ശ്ലോകങ്ങൾ പഠിക്കുമ്പോൾ. എൻ്റെ കുട്ടികൾക്ക് ദിവസം ഒരു ശ്ലോകമെങ്കിലും പഠിപ്പിക്കുക, ഒരു സദ്ഗുണ പാഠമെങ്കിലും പഠിപ്പിക്കുക, ഹിതോപദേശം തുടങ്ങിയവയിലെ കഥകൾ ഒരു ദിവസത്തിൽ ഒന്നെങ്കിലും പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ വളരെ പ്രായോഗികമായ മാർഗമാണ് എന്ന് മാത്രം പറയുന്നു. തൽക്കാലം ഉപസംഹരിക്കാം. സന്തോഷം. നാളെ കൃത്യം 7 മണിക്ക്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.